എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ കഥയുടെ തുടർച്ച തന്നെയാണ്. പീപ്പാൽ ജോപ്പയിലെ നരഭോജിയായ കടുവയുടെ കഥ, എം ഇസ്മയിലിൻ്റെ വേട്ടക്കഥ. ജിം കോർബറ്റിൻ്റെ കഥയായാലും കെന്നറ്റ് ആൻഡേഴ്സന്റെ കഥയായാലും അവരുടെ എഴുത്തിൻ്റെ ശൈലി അത് വ്യത്യസ്തം തന്നെയാണ്. പല വേട്ടക്കാരും അവരുടെ കഥ എഴുതിയിരിക്കുന്നത് അവരുടേതായ രീതിയിലാണ്. നമ്മുടെ ഈ ചെറിയ ചാനലിലൂടെ നിരവധി വേട്ടക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറെ സന്തോഷവാനുമാണ്. പീപ്പാൽ ജോപ്പയിലെ നരഭോജിയായ കടുവയുടെ കഥ തുടരുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ മുകളിൽ ഐ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കഥ കേൾക്കുക. നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ കഥ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് പാർട്ട് കൊണ്ടും ഈ കഥ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തീർന്നില്ല എങ്കിൽ ഇതിനൊരു മൂന്നാം ഭാഗം കൂടി കാണും. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വേട്ടക്കഥകളും മറ്റ് കഥകളുമൊക്കെയാണ് ഈ ചാനലിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മുടെ കഴിഞ്ഞ കഥയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇവിടം വരെയാണ്. എം ഇസ്മയിലിനെ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് ദിവസവും ആ ഗ്രാമത്തിലേക്ക്, പീപ്പാൽ ജോപ്പാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. കാരണം പീപ്പാൽ ജോപ്പാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി ഉണ്ടായിരുന്ന ഒരു തടി കൊണ്ട് നിർമ്മിച്ച പാലം തകർന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മോട്ടോർ കാർ വഴി അതുവഴി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എം ഇസ്മയിൽ ആ ചെറിയ ഗ്രാമത്തിലേക്ക് താമസം മാറുകയാണ്. അവിടുത്തെ ഒരു ഒഴിഞ്ഞ കുടിൽ അദ്ദേഹത്തിന് വേണ്ടി ഗ്രാമീണർ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ താമസിക്കുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഗ്രാമത്തലവനും ഗ്രാമീണരും അയാളുടെ കുടിലിന് മുന്നിൽ ഒത്തുചേരുന്നു. ഒരു ചെറിയ തീയൊക്കെ ഒരുക്കി അവിടെ നടന്ന സംഭവങ്ങൾ എം ഇസ്മയിലുമായി പങ്കുവെക്കുന്നു. അതായത് നരഭോജിയായ കടുവയുടെ കൊലപാതകങ്ങളെപ്പറ്റി. അതിലെ ആദ്യത്തെ കൊലപാതകത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഗ്രാമത്തിലെ ബിഹാരി എന്ന ഗ്രാമീണിൻ്റെ കഥയായിരുന്നു. അത് പറയുമ്പോൾ ഗ്രാമത്തിലെ ആളുകളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം ഗ്രാമത്തലവൻ അയാളുടെ കഥ പറച്ചിൽ തുടർന്നു. ആദ്യം അവിടെ നടന്ന ആ കൊലപാതകത്തിന് ശേഷം ഏകദേശം ഒരാഴ്ചയോളം കടുവയെക്കുറിച്ചുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ആളുകളുടെ ഭയം കുറഞ്ഞു തുടങ്ങി, അതുപോലെ അവരുടെ ശ്രദ്ധയും. അങ്ങനെയിരിക്കെ ഒക്ടോബർ 10 കടുവ തൻ്റെ രണ്ടാമത്തെ ഇരയെ ആക്രമിച്ചു. ഇതും ഈ ഗ്രാമത്തിന് തൊട്ടടുത്ത് വെച്ച് തന്നെയാണ്. താങ്കൾ മുന്നേ കണ്ട ആ ഫോറസ്റ്റ് ബംഗ്ലാവില്ലേ, ആ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് അവിടുത്തെ ചൗക്കിദാറിനെ, അതായത് അവിടുത്തെ കാവൽക്കാരനെ സഹായിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ നിന്നും 4 പേർ പോയിരുന്നു. ഫോറസ്റ്റ് ബംഗ്ലാവ് ആകെ കാട് പിടിച്ച് കിടക്കുകയാണെന്നും അതെല്ലാം വെട്ടി സഹായിക്കണമെന്നും അയാൾ പറഞ്ഞപ്പോൾ ഇവിടുന്ന് 4 പേരാണ് പോയത്. ഫോറസ്റ്റ് ബംഗ്ലാവിന് ചുറ്റും വളർന്നു നിൽക്കുന്ന കാടുകളും വള്ളിപ്പടപ്പുകളും എല്ലാം വെട്ടിമാറ്റി അത് വൃത്തിയാക്കുവാൻ. അങ്ങനെ അവിടേക്ക് എത്തിയ ആ ഗ്രാമീണർ അവരുടെ പണി പൂർത്തിയാക്കി. നല്ല വൃത്തിയോടെയും വെടുപ്പോടെയും അതെല്ലാം വെട്ടി വൃത്തിയാക്കി. അവരുടെ പണിയെല്ലാം പൂർണ്ണമായും പൂർത്തിയായപ്പോൾ ഏകദേശം 4 മണിയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ 4 മണിയായപ്പോൾ അവിടെ നിന്നും അവരുടെ ഗ്രാമത്തിലേക്ക് അവർ 4 പേരും നടന്നു തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തകർന്നു കിടക്കുന്ന മരപ്പാലമില്ലേ, അതിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും ആ 3 പേരിൽ ഒരാൾക്ക് തൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ആ തകർന്നു കിടക്കുന്ന പാലത്തിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ആ വെള്ളമില്ലാത്ത ആ അരുവിയിൽ അല്പം ജലം കെട്ടിക്കിടക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ടതായി വന്നു. ബാക്കിയുള്ള 3 പേരും അല്പം കൂടി മുന്നിലേക്ക് നടന്ന് അദ്ദേഹത്തിന് വേണ്ടി അവിടെ കാത്തുനിന്നു. കുറേ നേരം അവർ കാത്തുനിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് സമയം കളഞ്ഞു. ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടും തൻ്റെ സുഹൃത്ത് അവിടേക്ക് മടങ്ങി വരാത്തപ്പോൾ അവരുടെ മനസ്സിലേക്ക് ദുരൂഹമായ പല ചിന്തകളും കടന്നെത്തി. അവർ പലതവണ ആലോചിച്ചു, എന്തുകൊണ്ടാണ് അവൻ മടങ്ങി വരാത്തതെന്ന്. പലതവണ അവൻ്റെ പേരുകൾ ഉച്ചത്തിൽ അവർ വിളിച്ചു. അവരുടെ വിളികൾക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല. ബിഹാരിയുടെ മരണസമയത്ത് അവർക്ക് ഏതുതരം ഭയമായിരുന്നോ ഉണ്ടായിരുന്നത്, അതേ ഭയം തന്നെ അവർ 3 പേരുടെയും മനസ്സിലേക്ക് ഇരച്ചു കയറിയെത്തി. അവർ 3 പേരും അപ്പോൾ പരസ്പരം നോക്കി. അവർ 3 പേരുടെയും കൈവശത്ത് മഴു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ധീരമായ ഒരു തീരുമാനമെടുത്തത്, തൻ്റെ സുഹൃത്തിനെ തേടി അരുവിയുടെ അരികിലേക്ക് പോകാമെന്ന്. അങ്ങനെ 3 പേരും ഒരുമിച്ച് തന്നെ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന മഴു മുറുക്കി പിടിച്ചുകൊണ്ട് അരുവിയുടെ അരികിലേക്ക് നടന്നു. തകർന്നു കിടക്കുന്ന മരപ്പാലത്തിൻ്റെ താഴേക്ക് ഇറങ്ങുകയും തൻ്റെ സുഹൃത്ത് പോയ സ്ഥലത്തേക്ക് അവർ നടക്കുകയും ചെയ്തു.
അല്പദൂരം നടന്നു ചെന്നപ്പോൾ തന്നെ ആ കാഴ്ചയും അവർ കണ്ടു. തൻ്റെ സുഹൃത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന മഴുവും അദ്ദേഹത്തിൻ്റെ തലപ്പാവും താഴെ വീണ് കിടക്കുന്നു. അപ്പോൾ തന്നെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുക എന്ന് അവിടേക്ക് എത്തിയ അവൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി. അതെ, ബിഹാരിക്ക് സംഭവിച്ചു തന്നെയായിരിക്കും ഇവരും സംഭവിച്ചിരിക്കുക. ധൈര്യം സംഭരിച്ചുകൊണ്ട് ഒട്ടും മനധൈര്യം വിടാതെ സംഭവം നടന്ന സ്ഥലത്തേക്ക് അവർ മൂവരും ഒരുമിച്ച് നടന്നു. തലപ്പാവും ആ മഴുവും കിടന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ നനഞ്ഞ മണ്ണിൽ ആ കാഴ്ചയും അവർ കണ്ടു. നരഭോജിയായ കടുവയുടെ കാലടയാളങ്ങളായിരുന്നു അത്. അതുമാത്രമല്ല, കടുവയും ആ മനുഷ്യനും തമ്മിൽ പോരാടിയതിൻ്റെ അടയാളങ്ങളും ആ മണ്ണിൽ സ്പഷ്ടമായി അവർ കണ്ടു. അവരുടെ കണ്ണ് വിറങ്ങലിച്ചു. കാലും കൈയും മരവിക്കുന്നത് പോലെയും അവർക്ക് അനുഭവപ്പെട്ടു. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് കുറച്ചുകൂടി അവർ മുന്നിലേക്ക് നടന്നപ്പോൾ അങ്ങകലെ തൻ്റെ സുഹൃത്തിൻ്റെ ശരീരം, ജീവനറ്റ ശരീരം കിടക്കുന്നത് കണ്ടു. എന്നാൽ അതിൻ്റെ അരികിലേക്ക് പോകുവാൻ അവർക്ക് മൂവർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ അരികിലായി വളർന്നു നിൽക്കുന്ന ഇടതൂർന്ന കാട് തന്നെയായിരുന്നു. അവൻ്റെ സുഹൃത്തിനെ കൊന്നിട്ട ആ നരഭോജിയായ കടുവ തങ്ങൾ മൂവരും വരുന്നത് കണ്ടു കാണുമെന്നും ആ വനത്തിൽ മറഞ്ഞിരിക്കുകയാണെന്നും അവർക്കറിയാമായിരുന്നു. അവരുടെ ധൈര്യം എങ്ങോട്ടോ ചോർന്നു പോയി. ഒരു ചൂട് പോലും മുന്നിലേക്ക് വയ്ക്കുവാൻ അവർക്ക് സാധിച്ചില്ല. തങ്ങളുടെ സുഹൃത്തിനെ അവിടെ വിട്ടതിന് ശേഷം പുറകിലത്തെ ഗ്രാമത്തിലേക്കുള്ള വഴിയിലേക്ക് അവർ ആവും വേഗം ഓടി. വളരെ വേഗം തന്നെ നടന്നു കയറി. പിന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ അവർ ഗ്രാമം ലക്ഷ്യമാക്കി അതിവേഗം നടന്നു. ഓരോ 2-3 ചുവട് വെക്കുമ്പോഴും അവർ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവരെ ഭയപ്പെടുത്തുന്ന ആ ഭീകരനായ നരഭോജി തങ്ങളെ പിന്തുടർന്ന് വരുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി. അത്രയും ഭയം അവരുടെ മനസ്സിലേക്ക് അപ്പോഴേക്കും നിറഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്ങനെയൊക്കെയോ അവർ അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോഴേക്കും പരിഭ്രാന്തതയോടെ അവർ ഉച്ചത്തിൽ അലറി. അവരുടെ അലർച്ചിൽ കേട്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാവരും അവിടേക്ക് എത്തിയത്. കാര്യം എന്താണെന്ന് തിരക്കുവാൻ വേണ്ടി ഞങ്ങൾ അവരോട് കാര്യം തിരക്കി. അവർ മൂവരും നടന്ന സംഭവം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞു. തൻ്റെ കൂടെ വന്ന തൻ്റെ സുഹൃത്തിനെ കടുവ പിടിച്ചിരിക്കുന്നു, കൊന്നിരിക്കുന്നു. അരുവിയുടെ തീരത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാൽ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകുവാൻ സാധിച്ചില്ല. ഗ്രാമത്തിലെ ആളുകൾക്ക് ഉണ്ടായ സംഭവം എന്താണെന്ന് മനസ്സിലായി. ഫോറസ്റ്റ് ബംഗ്ലാവിൽ നിന്നും ആ 4 പേരടങ്ങുന്ന സംഘം പുറപ്പെട്ടപ്പോൾ തന്നെ ആ കടുവയുടെ മഞ്ഞ കണ്ണുകളും അവരെ പിന്തുടരുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവരിൽ 4 പേരിൽ ഒരാളെയെങ്കിലും ഒറ്റയ്ക്ക് കിട്ടുവാൻ വേണ്ടി. അങ്ങനെ നിൽക്കുന്ന സമയമാണ് ഒരു ഗ്രാമീണൻ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ആ അരുവിയുടെ തീരത്തേക്ക് പോയത്. അയാൾക്ക് ഒന്ന് അലറി വിളിക്കുവാൻ പോലുമുള്ള സമയം ആ കടുവ കൊടുത്തില്ല. നിശബ്ദമായി വന്ന ആ കടുവ അയാളെ തൻ്റെ ഇരയാക്കി മാറ്റി. ഇത്രയും കാര്യങ്ങൾ അവിടുത്തെ ഗ്രാമീണർ അറിഞ്ഞു വന്നപ്പോഴേക്കും സമയം വല്ലാതെ വൈകി തുടങ്ങിയിരുന്നു. ഇനിയും ആ മൃതദേഹം അന്വേഷിച്ച് അവിടേക്ക് പോകുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും പൂർണ്ണമായും ഇരുട്ടിൻ്റെ പിടിയിലാകും. വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ തിരക്കി പോകണ്ട എന്ന് അവർ തീരുമാനമെടുത്തു. പിറ്റേന്ന് പുലർച്ചെ തന്നെ വലിയൊരു സംഘത്തെ തന്നെ ഗ്രാമത്തിലെ ആളുകൾ അണിനിരത്തി. മഴുവും കൂന്താലിയും കുന്തങ്ങളും ലാത്തികളുമെല്ലാം അണിനിരക്കുന്ന ഒരു വലിയ സംഘം തന്നെ ആ ശരീരം തിരഞ്ഞുകൊണ്ട് ഒളിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ പാലത്തിൻ്റെ അരികിലേക്ക് പോയി. സംഭവം നടന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അതായത് ആ തലപ്പാവും അവൻ്റെ മഴുവും കിടന്ന അതേ സ്ഥലത്ത്. അവിടെ ചെന്നപ്പോൾ ആളുകൾക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിച്ചു കടുവയുടെ കാലടയാളവും അവിടുത്തെ മണ്ണിലും അതുപോലെ തന്നെ പാറക്കല്ലിലും ചിതറിക്കിടക്കുന്ന രക്തത്തുള്ളികളും. ഇതെല്ലാം കണ്ട അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. കടുവ ആ മനുഷ്യനെ ആക്രമിച്ചിരിക്കുക അവൻ്റെ കഴുത്തിലായിരിക്കാം. കഴുത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ നട്ടെല്ല് ഒടിച്ചു കാണണം. അതുകൊണ്ടായിരിക്കാം അവൻ്റെ ശബ്ദം പുറത്തേക്ക് വരാഞ്ഞത്. തളം കെട്ടിക്കിടക്കുന്ന രക്തം, ധാരാളം രക്തം ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിപ്പോയിരുന്നു. കഴുത്തിൽ വീണ ആ 4 ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴുത്തിലൂടെ പോകുന്ന പ്രധാന നരമ്പ് മുറിച്ച് കാണണം. അതിൽ നിന്നും ധാരധാരയായി രക്തം നിലത്തേക്ക് ഒഴുകി വീണിരിക്കാം. കടുവ ആ മനുഷ്യനെ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാട് ആ തീരത്ത് അവർക്ക് കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ മറ്റൊരു നിഗമനത്തിൽ കൂടി എത്തിച്ചേർന്നു. ഇരയുടെ ജീവൻ പൂർണ്ണമായും പോയതിനു ശേഷം കടുവ ഇരയുടെ കഴുത്തിൽ നിന്നും പിടിവിട്ട് കാണണം. ഒന്നുകിൽ അവൻ്റെ ബഹിർഭാഗത്തോ അല്ലെങ്കിൽ അവൻ്റെ നടുഭാഗത്തോ കടിച്ച് തൂക്കിയെടുത്തുകൊണ്ടായിരിക്കണം ആ കടുവ അവിടേക്ക് പോയത്. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നിലത്ത് ഇഴയാതെ അവൻ്റെ വായ്ക്കിടയിൽ 2 ഭാഗത്തായി തൂങ്ങിക്കിടക്കുക. ഇപ്പോൾ ഈ സംഭവം കിടക്കുന്ന സ്ഥലത്ത് നിന്നും 30 വാര അകലെയായിരുന്നു മുന്നേയുള്ള 3 പേർ ഈ ശരീരം കണ്ടത്. അതിനുശേഷം അവിടെ നിന്നും വീണ്ടും ശരീരം എടുത്തുകൊണ്ട് കടുവ പോയിരുന്നു. ആ തിരച്ചിൽ സംഘം തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ചെണ്ടയും അതുപോലെ പാട്ടയും മറ്റും ഉച്ചത്തിൽ കൊട്ടിക്കൊണ്ട്
കടുവയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് ആ ശരീരം അന്വേഷിച്ച് അരിയിലൂടെ സമാന്തരമായും പിന്നീട് വനത്തിനുള്ളിലേക്കും പ്രവേശിച്ചു. വനത്തിലൂടെ ഏകദേശം 30-40 വാര അകലെ വരെ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് ആ ശരീരം തേടി അവർ അലഞ്ഞു. അങ്ങനെ അവരുടെ അലച്ചിലിനൊടുവിൽ കടുവ പിടിച്ചുകൊണ്ടുപോയ ഇരയെ അവർ കണ്ടെത്തി. അതിദാരുണമായ കാഴ്ചയായിരുന്നു അത്. രക്തം മരവിക്കുന്ന, തല വിറങ്ങലിക്കുന്ന കാഴ്ച. അവിടെ അവർ കണ്ടത് ആ മനുഷ്യൻ്റെ തലയും നെഞ്ചിൻ്റെ കുറച്ചു ഭാഗവും കൈപ്പത്തികളും ഒരു കാലും മാത്രമാണ്. ബാക്കിയുണ്ടായിരുന്നവയെല്ലാം ആ കടുവ ആഹാരമാക്കി. മരവിക്കുന്ന മനസ്സോടെ അവൻ്റെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഉറ്റവരുടെയും മുന്നിൽ വെച്ച് അവിടെ അവർ കണ്ടെത്തിയ മിച്ചം വന്ന ശരീരഭാഗങ്ങൾ അവർ കൊണ്ടുവന്ന തുണിയിലേക്ക് പെറുക്കിയിട്ടു. പിന്നെ ഗ്രാമത്തിൻ്റെ അരികിലുള്ള വനത്തിലൂടെ ഒഴുകുന്ന ആ ചെറിയ അരുവിയുടെ അരികിലേക്ക് പോയി. അതിൻ്റെ തീരത്ത് വെച്ച് അവർ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. വീണ്ടും ഗ്രാമത്തിലെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി നൽകി. അപ്പോൾ ആ കടുവയെ ഔദ്യോഗികമായി ഒരു നരഭോജിയായി പ്രഖ്യാപിച്ചു. എന്നാൽ സർക്കാർ ഗസറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഇതൊരു കാട്ടുതീ പോലെ തന്നെ അയൽ ഗ്രാമങ്ങളിലേക്കും പടർന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഭയം നിറഞ്ഞു. പിന്നീട് ആരും സ്വന്തം ഇഷ്ടപ്രകാരം കാട്ടിലേക്ക് പോകുവാൻ തയ്യാറായില്ല. നിശബ്ദമായി നിന്നു. നിർബന്ധമെങ്കിൽ മാത്രം, എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം 6-8 സംഘമടങ്ങുന്ന ഒരു വലിയ കൂട്ടമായി മാത്രം അവർ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അവരുടെ കൈവശം എപ്പോഴും ലാത്തിയും മഴുവും കൊണ്ടു നടന്നു. ഒരു മരത്തിൻ്റെ കൂട്ടമോ കുറ്റിക്കാടുകളോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവർ ഭയക്കും. അവർ ഒന്ന് നിൽക്കുകയും ഉച്ചത്തിൽ അലറി ശബ്ദമുണ്ടാക്കി മാത്രം അതുവഴി സഞ്ചരിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇത്രയും ഭീതികരമായ അന്തരീക്ഷത്തിലും നമ്മൾ മുന്നേ പറഞ്ഞ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടുത്തെ കാവൽക്കാരനും അവൻ്റെ ചെറിയ കുടുംബവും അവിടെ തന്നെ താമസിക്കുവാൻ തീരുമാനിച്ചു. അവർ ആ സ്ഥലം വിട്ടുപോയില്ല. അവരുടെ ഈ ധൈര്യത്തെ പ്രശംസിക്കപ്പെടേണ്ടതാണ്. അവർ ഇഷ്ടിക കൊണ്ടുള്ള ചുമരുകൾക്ക് പിന്നിലാണ് താമസിക്കുന്നത്. അവരുടെ വാതിലുകൾ ബലമുള്ളതായിരുന്നു. ജനാലകൾക്ക് ഗ്രില്ലുകളും ഉണ്ടായിരുന്നു. എന്തിനേറെ പറയണം, റെസ്റ്റ് ഹൗസിന് ചുറ്റുമുള്ള കാടുകളും വള്ളിപ്പടർപ്പുകളുമെല്ലാം വെട്ടി വൃത്തിയാക്കി. ഏകദേശം 100 വാര ദൂരത്തോളം യാതൊരു മറവുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവരെക്കാൾ സുരക്ഷിതത്തിലായിരുന്നു ഈ കാവൽക്കാരനും അവൻ്റെ കുടുംബവും. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗ്രാമത്തിലെ ആളുകൾക്ക് വെള്ളം എടുക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോകണം, നമ്മൾ മുന്നേ പറഞ്ഞ അരുവിയുടെ തീരത്തേക്ക്. എന്നാൽ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന ആ കാവൽക്കാരൻ്റെ ഭാര്യയ്ക്ക് വെള്ളം എടുക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടായില്ല. കാരണം ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൽ നിന്നും വെള്ളം എടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഒരു കുടുംബവുമായി വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ബംഗ്ലാവിൽ താമസിക്കുവാൻ വലിയ ധൈര്യം തന്നെ വേണം. ഇനിയും നമ്മൾ പറയുന്നത് കടുവ നടത്തിയ 3ാമത്തെയും 4ാമത്തെയും ആക്രമണത്തെക്കുറിച്ചാണ്. ഈ 2 സംഭവങ്ങളും പീപ്പാൽ ജോപ്പാൽ ഗ്രാമത്തിൽ നിന്നും കുറച്ചകലെ വെച്ചാണ് നടന്നത്. ഈ സംഭവങ്ങളുടെ തീയതിയും സമയവും എനിക്ക് കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. 3ാമത്തെ ഇരയെ കടുവ ആക്രമിച്ചത് നവംബർ 24-നായിരുന്നു. ഇത് 2ാമത്തെ ആക്രമണം കഴിഞ്ഞ് 14 ദിവസത്തിന് ശേഷമാണ് സംഭവിച്ചത്. ഇത്തവണ ഇരയായി തീർന്നത് 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. പീപ്പാൽ ജോപ്പാൽ നിന്നും ഏകദേശം 12 മൈൽ ദൂരത്തായിരുന്നു ഈ ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഒരു കുട്ടി തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അടുത്തുള്ള ചെറിയ വനത്തിലേക്ക് പോയി. അതായത് ഗ്രാമത്തിൽ നിന്നും 1 മൈൽ ദൂരേക്ക്. പീപ്പാൽ ജോപ്പാലിൽ നടന്ന നരഭോജി ആക്രമണങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഈ ചെറിയ ഗ്രാമത്തിലുള്ള ആളുകളും കേട്ടിരുന്നു. പക്ഷേ അവർ വലിയ കാര്യമാക്കിയൊന്നും എടുത്തില്ല. കാരണം ആക്രമണം നടന്നത് പീപ്പാൽ ജോപ്പാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാത്രമാണ്. മറ്റെവിടെയും നടന്നതായി അവർക്ക് യാതൊരു അറിവുമില്ല. അതുമാത്രമല്ല, പീപ്പാൽ ജോപ്പാൽ എന്ന് പറഞ്ഞ ഈ ഗ്രാമം നിൽക്കുന്നതോ 12 മൈൽ അകലെ. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രാമം സുരക്ഷിതമാണെന്ന് അവർ ധരിച്ചു. എന്നാൽ അവരുടെ വിശ്വാസം മുഴുവൻ തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുവാൻ അന്നത്തെ വൈകുന്നേരം തന്നെ മതിയായിരുന്നു. ആടിനെ മേയ്ക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയ കുട്ടി തിരികെ എത്തിയില്ല. സമയമേറെ വൈകിയിട്ടും കുട്ടിയെ കാണാത്തതുകൊണ്ട് അവർക്ക് സംശയം തോന്നി. ഒരു ചെറിയ സംഘത്തെ അതിനുവേണ്ടി നിയോഗിച്ചു. കുട്ടിയെ തിരക്കി അവർ ആ വലിയ വനത്തിൻ്റെ അതിരിലേക്ക് പോയി. നേരം ഇരുട്ടി തുടങ്ങിയതുകൊണ്ടും കാട്ടിലേക്ക് ഇരുട്ട് പടർന്നു വന്നതുകൊണ്ടും വനത്തിലേക്ക് തേടിയുള്ള തിരച്ചിലിനെ അവർ ഭയപ്പെട്ടു. വനത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് അവർ കുട്ടിയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു. എന്നാൽ അവിടെ നിന്നും കുട്ടിയുടെ മറുവിളികളൊന്നും ഉണ്ടായില്ല. വനത്തിലേക്ക് കയറിപ്പോയി തിരച്ചിൽ നടത്തുവാനുള്ള ധൈര്യം ആ പോയ ചെറിയ കൂട്ടത്തിനുണ്ടായതുമില്ല. അങ്ങനെ ആ തിരച്ചിൽ അന്നത്തെ ദിവസം അവരെ അവസാനിപ്പിച്ച് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ വലിയൊരു തിരച്ചിൽ സംഘത്തെ ഗ്രാമത്തിലെ ആളുകൾ അണിനിരത്തുകയും കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ആ വനത്തിലേക്ക് തിരഞ്ഞു പോവുകയും ചെയ്തു. കുട്ടി പോകാൻ ഇടയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ തിരഞ്ഞു. രക്തത്തിൽ പുരണ്ട
കുട്ടി ധരിച്ചിരുന്ന ഒരു തുണിക്കഷ്ണം മാത്രമാണ് അവൻ്റേതെന്ന് പറയുവാൻ അവർക്ക് ലഭിച്ചത്. കുട്ടിയുടെ ശരീരത്തിൻ്റെ ഒരവശിഷ്ടം പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആ തിരച്ചിൽ ഏകദേശം വൈകുന്നേരം വരെ തുടർന്നു. എന്നിട്ടും കുട്ടിയുടെ ശരീരം അവർക്ക് കണ്ടെത്താനേ സാധിച്ചില്ല. ഡിസംബർ 3-ാം തീയതി കടുവ അവൻ്റെ 4ാമത്തെ ഇരയെയും ആക്രമിച്ചു. ബുഗ്ദാദ് പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 മൈൽ ദൂരെയായി ഒരു ചെറിയ കാളവണ്ടിപ്പാത കടന്നു പോകുന്നുണ്ട്. ഈ വഴിയുടെ ഇരുവശത്തായും ഒരു ചെറിയ കാടുണ്ട്. കുറച്ച് ദൂരം കൂടി കടന്നു ചെല്ലുമ്പോൾ ഈ കാട് ഒരു വലിയ കാടിലേക്ക് വന്നു ചേരുകയാണ്. നമ്മൾ പറഞ്ഞ ഈ കാളവണ്ടി പാതയിലൂടെ 2 പേർ അവരുടെ കാളവണ്ടിയിൽ ബുഗ്ഗാവിൽ നിന്നും തിരികെ മടങ്ങി വരികയാണ്. അവരുടെ കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന ഇഷ്ടികകൾ ജമീന്ദാറിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ച ശേഷം കാലിയായ കാളവണ്ടിയിലാണ് അവർ വന്നുകൊണ്ടിരുന്നത്. സമയം അപ്പോൾ വൈകുന്നേരം ഏകദേശം 4:30 കഴിഞ്ഞിരുന്നു. അവർ സ്ഥിരമായി സഞ്ചരിക്കുന്ന കാളവണ്ടി പാത ആയതുകൊണ്ട് തന്നെ അവരുടെ കാളകൾക്ക് ഈ വഴി നല്ല തിട്ടമാണ്. അവർ സ്വയമേ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരുവരും കാളവണ്ടിക്കകത്തിരുന്ന് അവർ സ്വസ്ഥമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടും സംസാരിച്ചു കൊണ്ടും ഇരുന്നു. അപ്പോഴാണ് അവരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായത്. ഒരു കടുവ അവരുടെ കാളവണ്ടിയുടെ പിന്നിലൂടെ ചാടി അകത്തേക്ക് കയറി. അകത്തേക്ക് ചാടിക്കേറിയ ആ കടുവയുടെ ഭാരത്താലായിരിക്കണം കാളവണ്ടി മുകൾവശം ഉയർന്ന് ഒരു വശത്തേക്ക് സീസോ പോലെ ആടിക്കൊണ്ട് നിന്നത്. കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന 2 പേരും ആ കടുവയുടെ മുകളിലേക്ക് വീഴുമെന്ന അവസ്ഥയിലായി. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചതിപ്പോൾ പറഞ്ഞുതരാം. ഇന്ത്യയിലെ കാളവണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും കാളവണ്ടിയുടെ മുഖം കാളയുടെ ചുമലിലേക്ക് വെക്കാറ് മാത്രമാണ് ചെയ്യുന്നത്. അത് താഴെ നിന്ന് കെട്ടാറില്ല. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു ആ കാളവണ്ടി ഉണ്ടായിരുന്നത്. മുഖം കാളയുടെ പുറത്തേക്ക് വെക്കുക മാത്രമാണ് ചെയ്തത്. ബലപ്പെടുത്തി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനു പുറമെ കാളകൾക്ക് ഒരുപാട് ഭാരം വരാതിരിക്കുവാൻ വേണ്ടി കാളവണ്ടിയിലെ സെൻറ്ററിലുള്ള ആ വീലിലേക്ക്, ആ ചക്രങ്ങളിലേക്ക് മുഴുവൻ ഭാരവും വരുന്ന രീതിയിലാണ് ആ കാളവണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നല്ല ഭാരമേറിയ ഒരു കടുവ ആ കാളവണ്ടിയിലേക്ക് ചാടി വീണപ്പോൾ തന്നെ കാളയുടെ ചുമലിലുണ്ടായിരുന്ന മുഖം ഉയരുകയും കാളവണ്ടി പിന്നിലേക്ക് ചരിയുകയും ചെയ്തു. അത്രയും സമയം മാത്രം മതിയായിരുന്നു ആ കടുവയ്ക്ക് തൻ്റെ ഇരയെ പിടിക്കുവാൻ. കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാളെ ആ കടുവ പിടികൂടി. ഒരുവൻ്റെ നടുവിൽ കടിച്ചു തൂക്കിയെടുത്തുകൊണ്ട് അടുത്തുണ്ടായിരുന്ന കാട്ടിലേക്ക് ആ കടുവ ചാടി മറഞ്ഞു. കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന 2ാമത്തെ ആളെയും കാളകളെയും ആ കടുവ ഒന്ന് ഗവനിച്ചതുപോലുമില്ല. കാളകളുടെ ദേഹത്തു നിന്നും മുഖം പൊങ്ങിയപ്പോഴേക്കും കാളകൾ ഭയന്ന് വിറച്ചുകൊണ്ട് ദൂരേക്ക് ഓടി അകന്നിരുന്നു. കടുവ കാളവണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിയപ്പോൾ മുഖം നിലത്തേക്ക് ആഞ്ഞടിച്ചു. കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന 2ാമത്തെ ആൾ നിലത്തേക്ക് വീണു. അയാൾ നിലവിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഓടി. അയാൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. തൻ്റെ സുഹൃത്തിൻ്റെ കഴുത്ത് പിടിച്ച് ആ കടുവ ഓടിച്ചിരുന്നില്ല. അവൻ്റെ നടുവിൽ കടിച്ച് തൂക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത്. കടുവയുടെ വായിലിരുന്ന് ഒരു പുഴു നുരയ്ക്കുന്നത് പോലെ അവൻ്റെ കാലുകളും കൈകളും നിലത്തേക്ക് തട്ടാതെ അത് കടന്ന് പിടച്ചുകൊണ്ടിരുന്നു. അപ്പോഴും വളരെ വ്യക്തമായി തന്നെ അവന് കേൾക്കാമായിരുന്നു അവൻ്റെ സുഹൃത്തിൻ്റെ ഒച്ചത്തിലുള്ള നിലവിളിയും അലർച്ചയും. ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായകതയോടെ ഓടുവാൻ മാത്രമായിരുന്നു അവന് സാധിച്ചത്. ലക്ഷ്യബോധമില്ലാത്തവനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ അവൻ ഓടിയകന്നു. എങ്ങോട്ടെന്നില്ലാതെ ഓടി ഓടി അവസാനം കിതച്ച് ഒരു മരത്തണലിലിരുന്നു. ബോധം വീണപ്പോൾ വീണ്ടും അവിടെ നിന്നും ഓടി. അങ്ങനെ അവൻ്റെ ഓട്ടം വന്ന് അവസാനിച്ചത് ബുദ്ഗാവ് പോലീസ് സ്റ്റേഷനിലെ മുന്നിലായിരുന്നു. അവിടെ എത്തിയതും അവൻ കരഞ്ഞു. അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോലീസുകാർ എത്തി കാര്യം തിരക്കി. എന്താണ് ഉണ്ടായതെന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. സമയം ഇരുട്ടി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ വേഗം തന്നെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന സർവീസ് റൈഫിലുകൾ എടുത്തു തയ്യാറായി. അവരെയും എടുത്തുകൊണ്ട് പോലീസ് ജീപ്പിൽ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞു. അധികം വൈകാതെ തന്നെ പോലീസ് ജീപ്പ് ആ കാളവണ്ടി കടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. കാളവണ്ടി ഇപ്പോഴും അവർക്ക് കാണാം. കാളവണ്ടിയുടെ ഒരു വശം ഉയർന്ന് നിലത്ത് കുത്തിക്കിടക്കുകയാണ്. നേരത്തെ ഓടിപ്പോയ കാളകൾ ഇപ്പോൾ അതിന് പരിസരത്ത് നിൽക്കുന്നു. പോലീസുകാരും അതുപോലെ ആ കാളവണ്ടിക്കാരനും ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി കാളവണ്ടിയുടെ അരികിലേക്ക് നടന്നു. അവിടെ ഉണ്ടായ കാര്യങ്ങൾ വ്യക്തമായി തന്നെ കാളവണ്ടിക്കാരൻ പോലീസുകാരോട് പറഞ്ഞു. കാളവണ്ടിക്ക് ചുറ്റുപാടും ആ പോലീസുകാർ ഒന്ന് വീക്ഷിച്ചു. അവൻ പറഞ്ഞ് സത്യമാണ്. കടുവയുടെ കാലടയാളങ്ങൾ കൃത്യമായി തന്നെ അതിന് പിന്നിലെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. എന്നാൽ രക്തത്തുള്ളികൾ ഉണ്ടായിരുന്നില്ല. പോലീസുകാർ അവരുടെ റൈഫിലുകൾ റീലോഡ് ചെയ്തു. ഒരു ഷൂട്ട് ഔട്ടിന് വേണ്ടി തയ്യാറെടുത്തു. അവർ വനത്തിൻ്റെ അരികിലേക്ക് ചെന്നെങ്കിലും വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവർ ധൈര്യപ്പെട്ടില്ല. കാരണം വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. ഇരുട്ട് വനത്തിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞിരുന്നു. കടുവയുടെ കയ്യിൽ നിന്നും തലനാഴിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ആ കാളവണ്ടിക്കാരൻ തൻ്റെ സുഹൃത്തിൻ്റെ നിലവിളി കേട്ട ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു.
സാർ രക്ഷിക്കണം, അവിടേക്കാണ് എൻ്റെ സുഹൃത്തിനെ കൊണ്ടുപോയത്. കൊണ്ടുപോകുമ്പോഴും അവന് ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാടതിർത്തിയിൽ കടന്ന് പോലീസുകാരോട് അഭ്യർത്ഥിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചു. ഇരുട്ട് വീണ് തുടങ്ങിയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. അവർ തികഞ്ഞ നിസ്സഹായതയിലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഒരു തിരച്ചിൽ സംഘത്തെ അവിടുത്തെ ആളുകളും പോലീസുകാരും ചേർന്ന് രൂപീകരിച്ചു. ആ സംഘത്തിൽ 4 പോലീസ് കോൺസ്റ്റബിൾമാരും അവരുടെ റൈഫിലുകളും ഉണ്ടായിരുന്നു. അതുപോലെ പീപ്പാൽ ജോപ്പാൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും മറ്റ് ഗ്രാമത്തിൽ നിന്നും ധാരാളം ഗ്രാമീണരും ആ സംഘത്തിൽ കൂടിച്ചേർന്നു. അവരുടെ കൈവശവുമെല്ലാം വലിയ കുന്തങ്ങളും കോടാലികളും ലാത്തികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കടുവയെ ശബ്ദം വെച്ച് ഓടിക്കുവാൻ വേണ്ടി പാട്ടകളും ചെണ്ടകളും എല്ലാം അവർ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ ആ വലിയ തിരച്ചിൽ സംഘം കാളവണ്ടി കടന്ന ഭാഗത്തേക്ക് പോകുകയും അവിടെ നിന്ന് കടുവയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് അവർ വനത്തിൻ്റെ അതിരിലേക്കും പിന്നീട് കാട്ടിലേക്കും പ്രവേശിച്ചു. 200 വാര അകലെ വരെയും അവർക്ക് രക്തപ്പാടുകൾ ട്രേസ് ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ 200 വാര അകലെ എത്തിയപ്പോഴേക്കും അവർ ആദ്യമായി രക്തത്തുള്ളികൾ കണ്ടു. പിന്നെ കാണാൻ സാധിച്ചത് ഒരു വലിയ രക്തചാലി തന്നെയാണ്. അവിടെ വെച്ചായിരിക്കണം ആ കാളവണ്ടിക്കാരനെ ആ കടുവ കടിച്ചു കൊന്നത്, കഴുത്ത് കടിച്ച് ഒടിച്ചു കൊന്നത്. ആ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടും അതുപോലെ ആ മനുഷ്യൻ്റെ മരണ പോരാട്ടത്തിൻ്റെ അടയാളങ്ങളും വ്യക്തമായിരുന്നു. പിന്നീട് ആ രക്തപ്പാടുകളെയും പിന്തുടർന്നുകൊണ്ട് 500 വാര അകലെ ചെന്നപ്പോഴേക്കും ഉണങ്ങിയ അരുവിയുടെ തീരത്ത് വെച്ച് ആ കാളവണ്ടിക്കാരൻ്റെ ശരീരം അവർ കണ്ടു. അതിദാരുണമായ അവസ്ഥയിലായിരുന്നു ആ ശരീരം ആ തീരത്ത് കടന്നിരുന്നത്. ശരീരത്തിൻ്റെ താഴ്ഭാഗം മുഴുവനായും ആ കടുവ ഭക്ഷിച്ചു. നെഞ്ചു തൊട്ട് മുകളിലേക്ക് ആ കടുവ തൊട്ടിട്ടില്ല. നമ്മൾ മുന്നേ പറഞ്ഞ ആ കൊലപ്പെടുത്തിയത് കടുവയുടെ കൂർത്ത 4 കോമ്പല്ലുകൾ കഴുത്തിലേക്ക് ഇറങ്ങി ആഴത്തിലുള്ള മുറിപ്പാടുകൾ മാത്രമായിരുന്നു മുകൾ ഭാഗത്തുണ്ടായിരുന്നത്. ഒരു തുണ്ട് മാംസം പോലും ആ കടുവ ഭക്ഷിച്ചിരുന്നില്ല. പോലീസുകാർ ശരീരം വീണ്ടെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കൂടി വന്ന ബന്ധുക്കളോടും അവിടുത്തെ ഗ്രാമീണരോടും പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകണം. കടുവ ഈ ശരീരം ആഹരിക്കുവാൻ വേണ്ടി ഇവിടേക്ക് മടങ്ങിയെത്തും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് ആ കടുവയെ ഞങ്ങൾക്ക് കൊല്ലാൻ കഴിയും. മരണത്തിന് മരണം കൊണ്ട് മാത്രമാണ് പകരം ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടേക്ക് എത്തിയ ഗ്രാമീണരും അവരുടെ ബന്ധുക്കളും വികാരഭരിതരായിരുന്നു. അവർക്ക് ആ ശരീരം കാട്ടിൽ ഉപേക്ഷിച്ചു പോകുവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതീവ ദുഃഖകരമായ ഒരു നിമിഷമായിരുന്നു അവിടെ അരങ്ങേറിയത്. അങ്ങനെ പോലീസുകാരുടെ നിർബന്ധത്തിനൊടുവിൽ അവിടേക്ക് വന്ന ഗ്രാമീണരും ബന്ധുക്കളും സമ്മതിച്ചു, ശരീരം അവിടെ ഉപേക്ഷിച്ചു പോകാമെന്ന്. ഒരു ദിവസത്തേക്ക് മാത്രം. പിറ്റേ ദിവസം ശരീരം വന്ന് വീണ്ടെടുത്തോളുവാനും പോലീസുകാർ പറഞ്ഞു. അങ്ങനെ അടുത്തുണ്ടായിരുന്ന മരങ്ങളിലും മറ്റും പോലീസുകാർ കീറിയിരിക്കുകയും കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. അവർക്കൊപ്പം വന്ന ഗ്രാമീണരോട് തിരികെ പൊയ്ക്കോളുവാനും ആ കാളവണ്ടി കിടന്ന ഭാഗത്തേക്ക് പോകുവാനും അവിടെ കാത്തിരിക്കുവാനും പറഞ്ഞു. പോലീസുകാരുടെ തീരുമാനപ്രകാരം രാവിലെയോ അല്ലെങ്കിൽ ഉച്ച കഴിയുന്ന സമയമോ താൻ പിടിച്ചിട്ട ഇരകടി അരികിലേക്ക് ആ കടുവ നടന്നു വരുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അങ്ങനെയാണ് അവർ അവിടെ ഒരു മച്ചാൽ കെട്ടി കാത്തിരുന്നത്. സമയം ഏറെ വൈകിയിട്ടും കടുവ മാത്രം അവിടേക്ക് വന്നില്ല. ഉച്ച കഴിഞ്ഞ് വീണ്ടും സമയം മുന്നിലേക്ക് പോയപ്പോൾ പോലീസുകാർ മരത്തിൽ നിന്നും താഴെ ഇറങ്ങുകയും ആ കാളവണ്ടിക്കാരൻ്റെ ശരീരം എടുത്തുകൊണ്ട് തിരികെ കാളവണ്ടി കടന്ന ഭാഗത്തേക്ക് മടങ്ങുകയും ചെയ്തു. കടുവയുടെ ആദ്യത്തെ 2 ആക്രമണത്തിന് ശേഷം ഗ്രാമീണർ ഇരകളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോകുവാൻ വേണ്ടി അവിടേക്ക് പോകുമ്പോൾ വലിയ ശബ്ദങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഇത് കടുവയുടെ മനസ്സിൽ ഒരുതരം ഭയം സൃഷ്ടിച്ചു. താൻ വേട്ടയാടുമ്പോൾ പുറകിൽ നിന്നും വലിയ ശബ്ദം വരുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ 4ാമത്തെ ആക്രമണത്തിന് ശേഷം പോലീസുകാർ ആ വലിയ സംഘത്തിന് ഒപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ അവർ വളരെ നിശബ്ദമായായിരുന്നു അവിടേക്ക് പോയത്. ഇത്രയും വലിയ കോലാഹലങ്ങളും ശബ്ദവും ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കടുവ തൻ്റെ ഇരയിലേക്ക് മടങ്ങി വരുമെന്നായിരുന്നു അവർ വിചാരിച്ചത്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നരഭോജി കടുവയ്ക്ക് മനുഷ്യനെ കൊന്നതിന് ശേഷം ഒരുതരം കുറ്റബോധം ഉണ്ടാകാറുണ്ട്. കാരണം മനുഷ്യർ അവരുടെ സാധാരണ ഭക്ഷണമല്ലല്ലോ. മനുഷ്യനെ കൊന്നാൽ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കൊന്നിട്ട് ഭക്ഷിച്ച് വീണ്ടും അതിൻ്റെ ഇരയിലേക്ക് മടങ്ങുമ്പോൾ സ്വാഭാവികമായി അവനൊരു ജാഗ്രത പുലർത്തും. ഈ ജാഗ്രത ഒരിക്കലും ഒരു കാട്ടുപോത്തിനെയോ ഒരു പുള്ളിമാനെയോ കൊന്നിട്ട് അതിൻ്റെ ശരീരത്തിലേക്ക് രണ്ടാമത് മടങ്ങുമ്പോൾ അതെടുക്കാറില്ല. ആ 4 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കാത്തിരുന്നിട്ടും ആ കടുവ തിരികെ അവിടേക്ക് വന്നിരുന്നെങ്കിൽ പോലും ആ കടുവയുടെ അമിതമായ ജാഗ്രത കാരണം അവർക്കതിനെ വെടിവെച്ച് കൊല്ലുവാൻ ഒരുപക്ഷെ സാധിക്കാതെ വരും. കാരണം അവൻ വേട്ടയാടി പിടിച്ച കാട്ടുപോത്തിൻ്റെ അരികിലേക്കല്ല അവൻ നടന്നു വരുന്നത്. പകരം ഒരു മനുഷ്യനെ വേട്ടയാടി കൊന്ന് ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ഇരയിലേക്ക് രണ്ടാമത് മടങ്ങിയെത്തുകയാണ്. ഒരു നരഭോജി കടുവയെ വേഗത്തിൽ അതിനെ കൊല്ലണമെങ്കിൽ ആദ്യം നിങ്ങളൊരു ശീലം തുടങ്ങണം. അത് കൊന്ന ഇരയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ യാതൊരു ശബ്ദവും ഉണ്ടാക്കരുത്.
തിരികെ വന്നാൽ കൊല്ലപ്പെടുമെന്ന് കടുവയ്ക്ക് തോന്നുകയും ചെയ്യരുത്. ഇരയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം അവിടെ തന്നെ ഉപേക്ഷിക്കുക. ഒരു വേട്ടക്കാരൻ കടുവ തിരികെ വരുന്നതിനായി അവിടെ ഒരു മച്ചാൽ കെട്ടി കാത്തിരിക്കുക. രണ്ടാമത്തെ ഭക്ഷണം കഴിക്കാൻ തീർച്ചയായും അവൻ തിരികെ വരും. എന്നാൽ വികാരഭരിതവും ദുഃഖിതരുമായി നിൽക്കുന്ന ആളുകൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉറ്റത്തോഴന്മാരുടെ ശരീരം കാട്ടിൽ ഉപേക്ഷിച്ചു പോകുവാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ വളരെ വേഗം നരഭോജികളായി തീരുന്ന കടുവയെ വേട്ടയാടാൻ കഴിയുകയുള്ളൂ. 4 ആക്രമണങ്ങൾക്ക് ശേഷം കടുവ തൻ്റെ 5ാമത്തെ ഇരയെയും ആക്രമിച്ചു. 5ാമത്തെയും അവസാനത്തെയും ആക്രമണം നടന്നത് പീപ്പാൾ ഗ്രാമത്തിൽ വെച്ചാണ്. അതും ഡിസംബർ 19-നാണ് ഇത് സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 4ാമത്തെ ഇരയെ ആക്രമിച്ച് 16 ദിവസങ്ങൾക്കപ്പുറം. ഞാൻ ഇവിടെ എത്തുന്നതിനും 4 ദിവസം മുന്നേ ഗ്രാമത്തിൻ്റെ അതിര് പങ്കിട്ട് നിൽക്കുന്ന വനത്തിൽ നിന്നും ഏകദേശം 100 വാര അകലെയായി കൃഷി ചെയ്യാത്ത ഒരു തരിശുഭൂമി ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. പുല്ലുകൾ മാത്രമായിരുന്നില്ല, അരണ്ടി എന്ന ഒരു ചെടിയും പിന്നെ കാട്ടുപഴങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന കുറേ ചെടികളും അവിടെ ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ആടുകൾക്കും ഈ പഴങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഇഷ്ടമായ ഈ പഴങ്ങൾ ആടുകൾ ഭക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി അവിടേക്കെത്തുന്ന ആടുകളെ കുട്ടികൾ ആട്ടി ഓടിക്കുമായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഈ സ്ഥലത്തേക്ക് അന്ന് രാവിലെ ആ ചെടികളുടെ അരികിലേക്ക് കുട്ടികളോ ആടുകളോ ഒന്നും വന്നിരുന്നില്ല. പകരം വന്നിരുന്നത് ഗ്രാമത്തിൽ നിന്നും ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നില്ലേ അവിടെ ധാരാളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു എന്ന്. ഈ പുല്ലുകൾ കൊയ്തെടുക്കുവാൻ വേണ്ടിയായിരുന്നു ആ വൃദ്ധയായ സ്ത്രീ അവിടേക്ക് വന്നത്. അവരുടെ കൈവശം ഉണ്ടായിരുന്ന ചെറിയൊരു ആയുധം ഉപയോഗിച്ച് അവിടുത്തെ പുല്ലുകൾ പതുക്കെ പറിച്ചെടുത്തു. അങ്ങനെ അവർ പറിച്ചെടുത്ത പുല്ലുകളിലെ വേരുകളിലും മറ്റും ധാരാളം മണ്ണുകളും മറ്റും പറ്റിയിരുന്നു. അവർ സാവധാനം അതെല്ലാം തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി അവർ അവിടേക്ക് കൊണ്ടുവന്ന കൊട്ടയിലേക്ക് നിറച്ചു. അവർക്ക് പശുക്കളുണ്ടായിരുന്നു. അവരുടെ പശുക്കൾക്ക് ഈ പുല്ലുകൾ വളരെ ഇഷ്ടവുമായിരുന്നു. ഈ പുല്ലുകൾ അവരുടെ പശുക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു അവർ പറിച്ചത്. നമ്മൾ പറഞ്ഞ ആ വൃദ്ധയായ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നില്ല അവിടേക്ക് എത്തിയത്. അവർക്കൊപ്പം അവരുടെ പേരക്കുട്ടിയും ഉണ്ടായിരുന്നു. അതും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 5 or 6 ചുവടുകൾ അകലെ മാത്രമായിരുന്നു ആ പേരക്കുട്ടി ഇരുന്നിരുന്നത്. അവർ അവിടേക്ക് കൊണ്ടുവന്ന ഒരു ചെറിയ വണ്ടിയുടെ പുറത്തിരുന്ന് ആ പേരക്കുട്ടി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചെളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മയിലിനെ ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു. ചിരിച്ച് കളിച്ച് സന്തോഷിച്ചായിരുന്നു ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സന്തോഷത്തെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വളരെ വേഗമായിരുന്നു അവിടേക്ക് ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത്. വളരെ വേഗം എങ്ങു നിന്നോ ആ കടുവ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ചു. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 50-60 വാര അകലെയായി ഉണ്ടായിരുന്ന കൃഷി സ്ഥലത്ത് കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ വലിയ നിലവിളി അവരുടെ ശ്രദ്ധ അവിടേക്ക് ആകർഷിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. ഒന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. വീണ്ടും ആ ഭാഗത്തു നിന്നും ഉച്ചത്തിലുള്ള അലർച്ച മുഴങ്ങി കേൾക്കാമായിരുന്നു. കുറച്ചടികൾ കൂടി മുന്നിലേക്ക് വെച്ച് അവർ നോക്കിയപ്പോൾ അവർ കാണുന്നത് നിലവിളിക്കുന്ന സ്ത്രീ നിലത്തേക്ക് വീണ് കിടക്കുന്നു. അവർക്കല്പം പ്രായമുണ്ട്. അവരുടെ പുറത്തേക്ക് ഒരു കടുവ കയറി നിൽക്കുന്നു. ആ സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് അവിടേക്ക് നോക്കി നിന്ന ആളുകൾക്ക് നേരെ ഈ കടുവ രൂക്ഷമായി നോക്കുന്നു. അല്പസമയത്തേക്ക് അത് തുടർന്നു. ചുറ്റും കനത്ത നിശബ്ദത, ഭയം നിറഞ്ഞ അന്തരീക്ഷം, രക്തം മരവിക്കുന്ന കാഴ്ചകൾ. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കുവാൻ സാധിച്ചില്ല. അവർ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് തരിച്ചു നിന്നുപോയി. പെട്ടെന്നായിരുന്നു അവരെ നോക്കി നിന്ന കടുവ അവൻ്റെ വലിയ വാ തുറന്ന് കൂർത്ത പല്ലുകൾ കൊണ്ട് ആ സ്ത്രീയുടെ തലയിൽ കടിച്ചത്, കുടഞ്ഞത്. ആ സമയത്തായിരിക്കണം ആ സ്ത്രീയുടെ 2ാമത്തെ വലിയ നിലവിളി അവിടെ ഉയർന്നു കേട്ടത്. പിന്നെയെല്ലാം ശാന്തമായിരുന്നു. അവർ നോക്കി നിൽക്കെ ആ സ്ത്രീയുടെ അരക്കെട്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ആ കടുവ ഒറ്റച്ചാട്ടത്തിന് അടുത്തുണ്ടായിരുന്ന ആ വലിയ വനത്തിലേക്ക് കീറി മറഞ്ഞത്. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് തികഞ്ഞ നിസ്സഹായതയോടെ 8-9 പേര് വരുന്ന ആളുകൾ പരസ്പരം നോക്കാതെ പരസ്പരം സംസാരിക്കാതെ അവരവിടെ നിന്നുപോയി. അല്പസമയം കഴിഞ്ഞ് അവരുടെ തരിപ്പ് വിട്ടുപോയപ്പോഴാണ് അവർ ഉച്ചത്തിൽ നിലവിളിക്കുക പോലും ചെയ്തത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ആ 8-9 പേര് വരുന്ന സംഘം അവിടെ തരിച്ച് നിന്നുപോയി എന്ന്. അവരുടെ കൂട്ടത്തിലും അല്പം ധൈര്യമുള്ള ഒരു 4 പേരുണ്ടായിരുന്നു. ആ 4 പേർ അവരുടെ കൈവശം ഉണ്ടായിരുന്ന മമ്മട്ടിയും കോടാലിയും എല്ലാം എടുത്തുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആ മുത്തശ്ശിയുടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നുവെന്ന്, അവരുടെ അരികിലേക്ക് ഓടി. അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ മയിലിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
ഒന്നും മിണ്ടാതെ, സംസാരിക്കാതെ, കരയാതെ മരവിച്ച് നിൽക്കുന്ന കുട്ടിയെയാണ് അവർ കാണുന്നത്. കുറച്ചു മുന്നേ വരെ അവളുടെ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. അവൾ കരഞ്ഞില്ല, ഒന്നും സംസാരിച്ചില്ല. അവിടേക്ക് എത്തിയ 4 പേരും ആ കുട്ടിയെ വാരിയെടുത്തു. എന്നിട്ടും അവൾ കരഞ്ഞില്ല, ഒരക്ഷരം പോലും സംസാരിച്ചില്ല. ആ 4 പേരും ആ കുട്ടിയുടെ അരികിൽ തന്നെ നിന്നു. അവർ ചുറ്റുപാടും നിരീക്ഷിച്ചു. ആ കടുവ ചാടിപ്പോയ ഭാഗത്തേക്ക് അവർ ഉറ്റുനോക്കി. ആ കടുവ എവിടേക്കാണ് പോയതെന്ന് അറിയുവാൻ വേണ്ടി, അല്ല ആ കടുവ അവിടെയെങ്കിലും മറഞ്ഞിരുന്ന് അവരെ വീക്ഷിക്കുകയാണോ എന്ന് അറിയുവാൻ വേണ്ടി. കടുവയുടെ ഒരു നിഴൽ മാത്രമാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. അതും ഒരു കളിപ്പാട്ടം എന്ന പോലെ ആ വൃദ്ധയായ സ്ത്രീയെ തൂക്കിപ്പിടിച്ചുകൊണ്ട് വനത്തിലൂടെ ഓടിമറയുന്ന ആ കടുവയുടെ ഒരു നിഴൽ രൂപം മാത്രം. നമ്മൾ പറഞ്ഞില്ലേ, ആ വയലിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ എല്ലാം നിലവിളി കേട്ടുകൊണ്ട് ചുറ്റുപാടുമുള്ള വയലുകളിലെ ആളുകളും സ്ത്രീകളും എല്ലാം തങ്ങളുടെ കുട്ടികളെയെല്ലാം കോരിയെടുത്തുകൊണ്ട് അവരുടെ ഗ്രാമത്തിലേക്ക് ഓടി. അവരുടെ ഗ്രാമത്തിലെ കുടിലുകളിൽ അവരെ സുരക്ഷിതമായി വെച്ചു. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന മിക്ക പുരുഷന്മാരെല്ലാം പുറത്തേക്കിറങ്ങി. കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം അവർ എടുത്തിരുന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അവിടേക്കെത്തിയ ആളുകൾ സംഭവ സ്ഥലം ഒന്ന് വീക്ഷിച്ചു. അതിൽ നിന്നും അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ആരുടെയും കണ്ണിൽപ്പെടാതെ, അതായത് വയലിലും മറ്റും ജോലി ചെയ്യുന്നവരുടെ കണ്ണിൽപ്പെടാതെ കുറ്റിക്കാടിൽ ഒളിഞ്ഞു മറഞ്ഞാണ് ആ കടുവ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ സ്ത്രീയെ അടിച്ചിട്ട് കടിച്ചു തൂക്കിയതിന് ശേഷം കുറ്റിക്കാടിൽ മറഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ആ കടുവയ്ക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അത് പരസ്യമായി ആ സ്ത്രീയെ കടിച്ചു തൂക്കിയെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയതെന്ന്. ഇത്രയും സംഭവങ്ങൾ കണ്ട ശേഷം അവർ തിരികെ ഗ്രാമത്തിലേക്ക് എത്തി. ഗ്രാമത്തിലെത്തിയ ശേഷം അവർ ഒരു തീരുമാനമെടുത്തു. ഗ്രാമത്തിൽ നിന്നും 3 പേരടങ്ങുന്ന സംഘം ആദ്യം ഫീഡ് ഗ്രാമത്തിലേക്ക് പോകും. അവിടെ നിന്നും ആദ്യത്തെ ബസ് പിടിച്ചുകൊണ്ട് ഖാർഗാവിലേക്കും. അങ്ങനെ ആ സംഘം ഖാർഗാവിൽ എത്തിച്ചേർന്നു. പുസ്തകത്തിൽ ഖാർഗാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ മധ്യപ്രദേശിലെ ഖാർഗോൺ എന്ന ജില്ലയാണിത്. ഖാർഗോണിൽ എത്തിച്ചേർന്ന അവർ SP കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും 3 പേരെയും, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും, അതായത് പീപ്പാൽ ജോപ്പയിൽ നിന്നും 15-20 മൈൽ അകലെ നിന്നും 2 പേരെയും കൂടി ആ കടുവ പിടിച്ചുകൊണ്ടുപോയെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ 5 പേരെയാണ് ആ കടുവ കൊലപ്പെടുത്തി അവൻ്റെ ഭക്ഷണമാക്കി മാറ്റിയത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും അവൻ പോയി അകന്നതായിരുന്നു. വീണ്ടും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്, അതായത് പീപ്പാൽ ജോപ്പയിലേക്ക് അവൻ മടങ്ങിയെത്തിയിരിക്കുന്നുവെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു. ഞങ്ങൾക്കറിയാം സാഹിബ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളിൽ ആരെയെങ്കിലുമൊക്കെ ആ കടുവ പിടികൂടുമെന്ന്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ആരുടെ കയ്യിലും തോക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഈ അഭ്യർത്ഥനയായിരുന്നു അവിടേക്ക് എത്തിയ ആളുകൾക്ക് SP പറയാനുണ്ടായിരുന്നത്. അങ്ങനെയാണ് SP എനിക്ക് കത്തെഴുതുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കത്ത് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. 1 മാസം മുന്നേ ഈ കത്ത് എൻ്റെ കൈവശം വരികയായിരുന്നുവെങ്കിൽ 1 മാസത്തെ ലീവെങ്കിലും എടുത്തുകൊണ്ട് എനിക്ക് ആ ഗ്രാമത്തിലേക്ക് വരാമായിരുന്നു. കാരണം ഇപ്പോൾ ലീവ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയത് 5 ദിവസത്തെ അവധിയാണെന്ന്. അതിൽ 2 ദിവസം യാത്രയ്ക്ക് വേണ്ടിയും പിന്നെയുള്ള 3 ദിവസം മാത്രമേ കടുവയെ വേട്ടയാടുവാൻ എനിക്ക് കിട്ടുകയുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഇൻഫൻട്രി സ്കൂളിൽ പരീക്ഷ അടുത്തു വരികയാണ്. അതിനാൽ തന്നെ അധിക ദിവസം അവധി ചോദിക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കുറച്ചു പേർ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി അവരൊരു തീരുമാനമെടുത്തുവെന്ന്. ഗ്രാമത്തലവനും മറ്റ് 3 പേരും SP കാണാൻ പോയപ്പോൾ 30 പേരടങ്ങുന്ന സംഘം വീണ്ടും ആ സ്ത്രീയുടെ ശരീരം തിരയുവാൻ വേണ്ടി അവിടേക്ക് പോയിരുന്നു. അവർ പോയത് ലാത്തിയും മഴുവും അതുപോലെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ്. കടുവ പിടിച്ചുകൊണ്ടുപോയ ആ സ്ത്രീയുടെ ശരീരം വീണ്ടെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമായിരുന്നു അവർ അപ്പോൾ ഏറ്റെടുത്തത്. അങ്ങനെ അവർ വനത്തിലേക്ക് പോയി. സംഭവം നടന്ന സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ആ ആക്രമണം നടന്ന സ്ഥലത്ത് കുറച്ച് രക്തപ്പാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന്. അധികം രക്തം വാർന്നു പോയിരുന്നു. കടുവയുടെ ട്രാക്ക് പിന്തുടർന്ന് പോയവർക്ക് അത് വ്യക്തമായി കാണാൻ സാധിച്ചു. അതിൽ നിന്നും ഗ്രാമത്തിലെ ആളുകൾ മറ്റൊരു നിഗമനത്തിൽ കൂടി എത്തി. കടുവ വാ തുറന്ന് ആ സ്ത്രീയുടെ തലയിലായിരുന്നില്ല കടിച്ചത്, അവരുടെ കഴുത്തിലായിരുന്നു. കഴുത്തിൽ കടിക്കുക മാത്രമല്ല, കഴുത്തൊടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കടുവ കടിച്ചൊടിക്കുമ്പോൾ കടുവയുടെ കൂർത്ത കോമ്പലുകൾ ഇരയുടെ കഴുത്തിലേക്ക് ആഴത്തിലിറങ്ങുകയും പ്രധാന നരമ്പ് കട്ട് ചെയ്യുകയും ചെയ്യും. അതിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന രക്തമാണ് ഈ കാണുന്നത്. അങ്ങനെ രക്തപ്പാടുകളെ പിൻപറ്റി ആ കടുവ തൻ്റെ ഇരയെ കൊണ്ടുപോയ ഭാഗം ലക്ഷ്യമാക്കി അവർ നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ ആ കടുവ വനത്തിലേക്ക് കയറിയ ഭാഗമെത്തി. അങ്ങനെ ഗ്രാമത്തിലെ ആളുകളുമെല്ലാം ആ ട്രാക്ക് പിന്തുടർന്ന് വനത്തിലേക്ക് കയറി. പിന്നീട് ആ കടുവ പോയിരിക്കുന്നത് സ്വാഭാവികമായി വനത്തിലെ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലൂടെയാണ്. രക്തക്കറകളെ ട്രാക്ക് ചെയ്ത് പോകുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
കാരണം പലയിടത്ത് വെച്ചും ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുറിയുമ്പോൾ ഒരുപാട് സമയമെടുത്താണ് വീണ്ടും അടയാളങ്ങൾ കണ്ടെത്തുക. അതുമാത്രമല്ല, ഇപ്പോൾ അവർ പിന്തുടർന്നു പോകുന്നത് നരഭോജിയായ ഒരു കടുവയാണ്. അത് ഏത് നിമിഷവും എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഇവർക്ക് നേരെയും ആക്രമണം അഴിച്ചു വിട്ടേക്കാം എന്ന ബോധം അവിടേക്ക് പോകുന്ന ഗ്രാമീണർക്കും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവരുടെ കൈവശമുള്ള ചെണ്ടകളും പാട്ടകളും ഉച്ചത്തിൽ കുട്ടി കൈയടിച്ചാണ് അവർ ആ ട്രാക്ക് പിന്തുടർന്ന് മുന്നിലേക്ക് പോയത്. കൃത്യമായി പറഞ്ഞാൽ വനത്തിലേക്ക് കയറി 500 വാര അകലെയായി അവർ ആ സ്ത്രീയുടെ ശരീരം കണ്ടെത്തി. അവർ ആ ശരീരം കണ്ടെത്തുമ്പോൾ ആ സ്ത്രീയുടെ ധോത്തി ആ കടുവ വലിച്ചു കീറിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ആ സ്ത്രീയുടെ ഒരു കാലിലെ തുടയുടെ മാംസം മുഴുവൻ ആ കടുവ ഭക്ഷിച്ചിരുന്നു. അവർ അടുത്ത് ചെല്ലുമ്പോൾ ആ ശരീരത്തിൽ ഇപ്പോഴും ചെറിയ ചൂടുണ്ടായിരുന്നു. അതായത് അവർ വരുന്നതിനും തൊട്ടു മുന്നേ ആയിരിക്കാം, അവരുടെ ശബ്ദം കേട്ടായിരിക്കാം ആ കടുവ ശരീരം വിട്ട് ദൂരേക്ക് പോയത്. ബാക്കി ശരീരഭാഗങ്ങൾക്കൊന്നും യാതൊരു കേടുപാടുകളുമില്ല. കഴുത്തിന്റെ ഭാഗത്തായി 4 ദ്വാരങ്ങളുണ്ട്. അത് കടുവയുടെ കൂർത്ത കോമ്പലുകൾ ഇറങ്ങിയ പാടാണ്. അവിടെ നിന്നും രക്തം വീണ്ടും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതിലെ കണ്ട ഒരു ഗ്രാമീണൻ തറപ്പിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ആ സ്ത്രീയുടെ ഒരു വിരൽ അനങ്ങുന്നതെന്ന്. അല്പസമയത്തിന് ശേഷം ആ അനക്കം നിന്നുവെന്ന്. പിന്നെ ആ ശരീരം ചലിച്ചിട്ടില്ല. അവിടെ കിടന്ന സ്ത്രീയുടെ ശരീരം അവർ കൊണ്ടുവന്ന ഒരു തുണിയിലേക്ക് പൊതിഞ്ഞെടുത്തു. അന്ത്യകർമ്മങ്ങൾക്കായി അവർ ഗ്രാമത്തിലേക്ക് ആ ശരീരം കൊണ്ടുപോയി. പീപ്പാൽ ജോപ്പാൽ എന്ന ഗ്രാമത്തിൽ എൻ്റെ കുടിലിന് മുന്നിലിരിക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം ഓരോ ഗ്രാമീണരും വികാരഭരിതരായി തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ വിവരങ്ങളെല്ലാമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഇതിൻ്റെ കൂടെ SP സാഹിബ് എന്നോട് പറഞ്ഞ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എനിക്കായി ഗ്രാമത്തിൽ ഒരുക്കിയ കുടിലിന് മുന്നിൽ കത്തിച്ച വിറകുകൾക്ക് മുന്നിൽ ഒരു ചെറിയ സ്റ്റൂളിന് പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ പുറഭാഗം ഗ്രാമത്തിന് അഭിമുഖമായാണ് ഇരിക്കുന്നത്. എനിക്ക് മുന്നിൽ കത്തിച്ചു വെച്ചിരുന്ന തീക്കുണ്ടത്തിന് ചുറ്റുമായി അർദ്ധവൃത്താകാര രീതിയിൽ എന്നെ അഭിമുഖിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഗ്രാമീണരും ഇരുന്നത്. അതിനു പുറമെ എൻ്റെ റൈഫിൽ ഞാൻ വെച്ചിരുന്നത് എനിക്കരികിൽ ഉണ്ടായിരുന്ന കുടിലിൻ്റെ മണ്ണ് തേച്ച ഭിത്തിയിലേക്ക് ചാരിയാണ്. ഞങ്ങൾ ഇരുന്ന കൂട്ടത്തിലെ 2 പേർ മാത്രം വനത്തിലേക്ക് അഭിമുഖമായിരുന്നു. അവർ നല്ല തികഞ്ഞ ജാഗ്രതയിലാണ്. നല്ല നിലാവുള്ള അന്തരീക്ഷമായിരുന്നു. എൻ്റെ മുന്നിൽ തീ കൂട്ടിയിട്ട് കത്തിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രകാശത്താൽ വലിയ ദൂരേക്കൊന്നും എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഗ്രാമത്തിലെ 2 പേർ പുറംതിരിഞ്ഞ് വനത്തിന് അഭിമുഖമായിരുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നതെല്ലാം അവർ കേൾക്കുന്നുമുണ്ടായിരുന്നു. ജാഗ്രതയാണ്. കാരണം നരഭോജിയായ കടുവയുടെ അവസാനത്തെ 2 ആക്രമണവും തികഞ്ഞ ധീരമായ പ്രവർത്തികളായിരുന്നു. ആൾക്കൂട്ടത്തെ ഗൗനിക്കാതെയാണ് അവൻ കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ഇരകളെ ആക്രമിച്ച് കൊലപ്പെടുത്തി കൊണ്ടുപോയത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൂട്ടം കൂടിയാണ്. ഒരു പക്ഷേ നരഭോജിയായ ആ കടുവ ഇവിടേക്കും വന്നേക്കാം, ഒരു ആക്രമണം അടിച്ചു വിട്ടേക്കാം. അതുകൊണ്ട് ഈ ജാഗ്രത നല്ലതാണ്. അലസതയുള്ള ഒരു പ്രവൃത്തി മതി. അതിന് പകരം ഒരുപക്ഷെ കൊടുക്കേണ്ടി വരുന്നത് ഒരാളുടെ ജീവൻ തന്നെ ആയിരിക്കാം. ഞങ്ങൾ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അത്താഴം കഴിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കുടിലിലേക്ക് കടന്നുറങ്ങുവാൻ വേണ്ടി പോയി. ഞാൻ ഉറങ്ങുവാൻ വേണ്ടി പോകുന്നതിന് മുന്നേ തന്നെ ഇനിയുള്ള 3 ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് പോയത്. ഇന്നത്തെ രാത്രിയിൽ എനിക്ക് നല്ലപോലെ ഉറങ്ങിയേ മതിയാകുമായിരുന്നുള്ളൂ. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം ഉണ്ടാകുകയില്ല. അതിനാൽ ഇന്നത്തെ ദിവസം നല്ലൊരു ഉറക്കം ഉറങ്ങി ഇനി അങ്ങോട്ടുള്ള 3 ദിവസത്തേക്കുള്ള ഊർജം എനിക്ക് ശേഖരിക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ കൂടി നിന്ന ആളുകളോട് മടങ്ങിപ്പൊക്കോളുവാൻ പറഞ്ഞു. പോകുന്നതിന് മുന്നേ അവരെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ കുടിലേക്ക് കയറി ഭദ്രമായി തന്നെ നിങ്ങളുടെ വാതിലുകൾ അടച്ചു പൂട്ടണമെന്ന്. അവരെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം ഞാൻ എനിക്കായി തയ്യാറാക്കിയ കുടിലിനുള്ളിലേക്ക് കയറി. അവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഫോൾഡിംഗ് കട്ടിലിൻ്റെ പുറത്തേക്ക് ഞാൻ ഇരുന്നു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പൈപ്പ് എടുത്ത് ഞാൻ പതിയെ വലിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം. അവിടെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് സമയം വളരെ കുറവാണ്. ഞാൻ എൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അടുത്ത ഒരു ആക്രമണം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കണോ? ബാക്കി വന്ന മനുഷ്യൻ്റെ ശരീരത്തിന് മുന്നിൽ കാവൽ നിന്ന് ആ കടുവയെ വേട്ടയാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കടുവ ഇനിയൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതിനെ തടയണം. ഞാൻ ഇരുന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചു. കടുവ ഇതുവരെ 5 മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയത്. 5 മനുഷ്യരുടെയും ശരീരം പൂർണ്ണമായി ഭക്ഷിക്കുവാൻ അവന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിനർത്ഥം ഒന്നേയുള്ളൂ, ആ കടുവ മനുഷ്യന്റെ മാംസം മാത്രം ആശ്രയിച്ചല്ല ജീവിക്കുന്നത്. ഒരു പക്ഷേ അവൻ വനത്തിൽ നായാട്ട് നടത്തുന്നുണ്ടായിരിക്കാം. അവന് ആവശ്യമായ ഭക്ഷണങ്ങൾ വനത്തിനുള്ളിലെ വന്യമൃഗങ്ങളെ കൊന്ന് എടുക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ പറയുവാൻ കാരണവുമുണ്ട്. ഈ 2 മാസങ്ങൾ കൊണ്ട്
ഞാൻ പറഞ്ഞ ഈ വനത്തിന്റെ അരികിൽ ധാരാളം വളർത്തുമൃഗങ്ങൾ മേയുന്നുണ്ടായിരുന്നു. അതിലെ ഒരു വളർത്തുമൃഗങ്ങളെ പോലും ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടില്ല. അതായത് നമ്മൾ കെണിയാക്കി നിർത്തിയിരിക്കുന്ന 5 കിടാക്കളെയും ആ കടുവ ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല. എന്നാൽ ഗ്രാമത്തിൽ നിന്നും കുറച്ച് പൈക്കളെ കൊന്നിരുന്നു. പക്ഷേ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് പിന്നിൽ ഒരിക്കലും ഒരു കടുവയായിരുന്നില്ല എന്നതാണ്. കാരണം അതിന് പിന്നിൽ ഏതോ ഒരു പുള്ളിപ്പുലിയാണ്. അങ്ങനെയാണെങ്കിൽ കടുവ ജീവിച്ചിരിപ്പുണ്ട്. അവൻ വേട്ടയാടി തിന്നുന്നത് വന്യമൃഗങ്ങളെ തന്നെയാണ്. നീൽഗായി, കേഴമാൻ, പുള്ളിമാൻ എന്നിവ ധാരാളമുള്ള വനമാണ്. അവയിൽ ഏതെങ്കിലുമൊക്കെ അവൻ വേട്ടയാടി ഭക്ഷിക്കുമായിരിക്കാം. അവൻ ഒരിക്കലും ഒരു മുറിവേറ്റ കടുവയല്ല. കടുവയുടെ മുന്നേ നടന്ന ആക്രമണങ്ങളുടെ ഇടവേള ഞാൻ പരിശോധിച്ചു. 26 ദിവസം, 14 ദിവസം, 9 ദിവസം, 16 ദിവസം എന്നിങ്ങനെയായിരുന്നു. അതായത് കടുവ മനുഷ്യനെ ആക്രമിക്കുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിലല്ല. അത് തോന്നുംപടിയാണ് മനുഷ്യനെ ആക്രമിക്കുന്നത്. ഒരു ശരിയായ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു അവസരം ആ കടുവയ്ക്ക് കിട്ടുമ്പോൾ അവൻ മനുഷ്യരെ കൊല്ലുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പായിരുന്നു, അത് ഉടനെ തന്നെ ഒരു മനുഷ്യനെ ആക്രമിക്കും. കാരണം അവസാനത്തെ ഇരയെ അതിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. അതിന് ശരിയായ രീതിയിൽ കഴിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ നിരാശയിലായിരിക്കാം. കടുവകൾ സാധാരണയായി കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നത് രാത്രിയിലാണ്. ചിലപ്പോൾ ആ കടുവയ്ക്ക് രാത്രികാലങ്ങളിൽ മൃഗങ്ങളെ കിട്ടാതെ വരുമ്പോഴായിരിക്കാം അവൻ്റെ കൊടിയ വിശപ്പടക്കുവാൻ വേണ്ടി രാവിലെ അവൻ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ പിടികൂടുന്നത്. ഇത് പതിയെ പതിയെ മനുഷ്യനെ മാത്രം ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഞാനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. രാത്രിയിൽ അവൻ വന്യമൃഗങ്ങളെ നേരിടുന്നതുകൊണ്ട് രാത്രിയിൽ വനത്തിൽ ചെലവഴിക്കാം. നേരെ പുലരുന്ന സമയം തൊട്ട് ഗ്രാമത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. അവൻ മനുഷ്യരെ ആക്രമിക്കുവാൻ വരുമ്പോൾ അവനെ നേരിടാം. ഇതായിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ. ഒരു നരഭോജി കടുവ പകൽ സമയത്താണ് വേട്ടയാടുന്നത്. എന്നാൽ ഒരു നരഭോജിയായ പുള്ളിപ്പുലി അത് രാത്രി കാലത്താണ് വേട്ടയാടുന്നത്. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ആളുകൾ ഭയന്നിരിക്കുന്ന സമയത്ത് അവർ എന്താണ് കാണുന്നതെന്ന് അവർക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആളുകൾ കണ്ടതിൽ എന്തെങ്കിലും പിശകുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു കടുവ നരഭോജിയായി മാറുമ്പോൾ കടുവയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, താരതമ്യേന മറ്റ് മൃഗങ്ങളെക്കാൾ ഏറ്റവും ദുർബലമാണ് മനുഷ്യരെന്ന്. ഇപ്പോൾ കടുവയോ കാട്ടുപോത്തിനെയോ അവൻ വേട്ടയാടുവാൻ പോകുമ്പോൾ ഉറപ്പായും അതിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകും. അത് കടുവകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ കടുവയായാലോ പുള്ളിപ്പുലിയായാലോ മനുഷ്യന്റെ മാംസമോ അല്ലെങ്കിൽ രക്തമോ രുചിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മനുഷ്യരെ മാത്രമേ കൊല്ലൂ എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ ഫോൾഡിൻ കട്ടിലിരുന്ന് പൈപ്പ് വലിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു ശബ്ദം കേട്ടത്. ഒരു കേഴമാന്റെ മുന്നറിയിപ്പ് ശബ്ദമായിരുന്നു അത്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും കരഞ്ഞു, വീണ്ടും കരഞ്ഞു. അതിപ്പോൾ കേൾക്കുന്നത് ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 600-700 വാര ദൂരെ നിന്നുമാണ്. അതായത് നേരത്തെ ബിഹാരിയെ കൊന്ന സമയത്ത് 3 പെൺകുട്ടികൾ നിന്ന ആ അരുവിയില്ലേ, ആ ദിശയിൽ നിന്നുമാണ് ഈ കേഴമാന്റെ ശബ്ദം കേൾക്കുന്നത്. ഒരു പക്ഷേ അതൊരു കടുവയെ കണ്ടതിൻ്റെതാകാം, അല്ലെങ്കിൽ അതുവഴി വിഹരിച്ചു നടക്കുന്ന ഏതെങ്കിലും പുള്ളിപ്പുലിയെ കണ്ടുകൊണ്ടുമായിരിക്കാം ഈ കേഴമാൻ ഇങ്ങനെ മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിച്ചത്. എന്തായാലും ഈ കുടിലിരുന്ന് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കേഴമാൻ്റെ ആ ശബ്ദം അവസാനിച്ചു. എനിക്ക് എൻ്റെ അപ്പുറത്തെ കുടിലിൽ നിന്നുമുള്ള ചെറിയ മുറുമുറുപ്പ് ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ ആ ശബ്ദവും നിലച്ചു. ഇപ്പോൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നത് ആ ഗ്രാമത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ചീവീടുകളുടെ ശബ്ദവും അതുപോലെ രാത്രികാലങ്ങളിൽ മാത്രം കരയുന്ന പക്ഷികളുടെ ശബ്ദവും മാത്രമാണ്. മറ്റൊരു ശബ്ദവും എനിക്ക് എങ്ങു നിന്നും കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്ങും തികഞ്ഞ നിശബ്ദതയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രാമത്തിൻ്റെ ഒരു തെക്കേ അറ്റത്ത് നിന്നും ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ടത്. കുറച്ചു കഴിഞ്ഞ് ആ ശബ്ദവും അവസാനിച്ചു. ഞാൻ കേട്ട ആ കേഴമാൻ്റെ അലാറം ശബ്ദം ഒരുപക്ഷെ ഗ്രാമത്തിലുള്ള ആളുകളും കേട്ടിരിക്കാം. ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ആയിരിക്കാം അവരും ചിന്തിച്ചിരിക്കുക. ഇനിയും ആ കേഴമാൻ കണ്ടിരിക്കുക കടുവയാണോ പുള്ളിപ്പുലിയാണോ എന്ന ചിന്തയിലായിരിക്കാം ഗ്രാമത്തിലെ ആളുകളും. അങ്ങനെ വീണ്ടും ആ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് നിന്ന സമയത്ത് വീണ്ടും അങ്ങ് അകലങ്ങളിൽ നിന്നും ഒരു കേഴമാൻ്റെ ശബ്ദം വീണ്ടും എൻ്റെ കാതുകളിലേക്ക് എത്തി. എൻ്റെ കൈവശം ഇനി 3 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു അവസരമാക്കി കാണാൻ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കുടിലിന് പുറത്തിറങ്ങി പുറത്തേക്ക് നോക്കി. നല്ല നിലാവുള്ള രാത്രിയാണ്. പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. എൻ്റെ അപ്പുറത്തായി അങ്ങ് മാറിയ ഒരു കാട്ടിലിൽ ഞാൻ കൊണ്ടുവന്ന കുശിനിക്കാരൻ പുതച്ചുമൂടി സുഖമായി കടന്നുറങ്ങുകയാണ്.
ഞാൻ പതിയെ അയാളുടെ അരികിലേക്ക് പോയി അയാളെ തട്ടി വിളിച്ചുണർത്തി. ഞാൻ പുറത്തേക്ക് പോകുകയാണെന്നും നീ എഴുന്നേറ്റ് വന്ന് കതക് അകത്തു നിന്നും നല്ലപോലെ പൂട്ടുവാനും പറഞ്ഞു. ഒരാളുടെ മുഖം നോക്കി വായിക്കുവാൻ കഴിയുകയായിരുന്നുവെങ്കിൽ അവൻ്റെ മുഖത്ത് എഴുതിയിരിക്കുക ഇതായിരിക്കും: നീ ഒരു വിഡ്ഢി തന്നെയാണ്. നിന്നെ തടയാൻ ഞാൻ ആരാണ്? ഞാൻ എൻ്റെ റൈഫിലും ടോർച്ചും എടുത്തുകൊണ്ട് കുടിലിന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇറങ്ങിയ പുറകെ തന്നെ ആ കുശിനിക്കാരൻ കുടിലിൻ്റെ വാതിൽ അടച്ചു. ഹേ എന്ന ശബ്ദത്തോടെ കുടിലിൻ്റെ വാതിൽ അടയുകയും ഇരുമ്പിൻ്റെ ഓടാമ്പലുകൾ വാതിലേക്ക് വന്ന് വീഴുന്ന ശബ്ദവും ഞാൻ കേട്ടു. അല്പസമയം കുടിലിൻ്റെ വാതിക്കൽ തന്നെ ഞാൻ നിന്നു. എൻ്റെ കണ്ണിനെയും നിലാവിൻ്റെ വെളിച്ചത്തെയും തമ്മിൽ പൊരുത്തപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ അല്പസമയം അവിടെ നിന്നത്. കാരണം ഞാൻ വരുന്നത് റാന്തലിൻ്റെ വെളിച്ചത്തിൽ നിന്നുമാണ്. അപ്പോൾ എൻ്റെ കണ്ണും നിലാവുമായി പൊരുത്തപ്പെടുവാൻ അല്പസമയത്തെ കാത്തിരിപ്പ് വേണം. ഞാൻ അങ്ങനെ അല്പസമയം അവിടെ കാത്തു നിന്നു. ഞാൻ ചുറ്റുപാടും ആ ഗ്രാമത്തെ ഒന്ന് വീക്ഷിച്ചു. എങ്ങും തികഞ്ഞ നിശബ്ദതയായിരുന്നു. ചില കുടിലുകളുടെ വാതിലിൻ്റെ വിടവിലൂടെ ചുവന്ന നിറത്തിലുള്ള വെട്ടം കാണാൻ സാധിച്ചു. അതൊരു പക്ഷേ അവരുടെ കുടിലിനുള്ളിൽ റാന്തൽ കത്തിച്ചതിൻ്റെ വെട്ടമായിരിക്കാം. എന്തിനേറെ പറയണം, ജീവന്റെ ഒരു അംശം പോലും ആ ഗ്രാമത്തിലുണ്ടെന്ന് തോന്നാത്ത രീതിയിലുള്ള നിശബ്ദതയായിരുന്നു എനിക്ക് ആ സമയം അനുഭവിക്കുവാൻ കഴിഞ്ഞത്. ഒരു നായയുടെ കുരയ്ക്കുന്ന ശബ്ദം പോലും അവിടെ കേൾക്കുവാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഗ്രാമത്തിൻ്റെ തുറന്ന വീതിയിലൂടെ അങ്ങനെ നടന്നു. ഓരോ കാര്യങ്ങളും, കടുവയുടെ ഓരോ ആക്രമണങ്ങളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ മുന്നോട്ട് കുറച്ചു ദൂരം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ കേഴമാൻ്റെ ശബ്ദം അങ്ങ് അകലങ്ങളിൽ നിന്ന് കേട്ടു. ആ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്, ആ അരുവിയുടെ തീരത്ത് നിന്നും. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. എൻ്റെ ടോർച്ച് അടുത്തുള്ള ഒരു ചുവരിലേക്ക് പ്രകാശിപ്പിച്ചു. അതിൻ്റെ പ്രകാശം ഞാൻ പരിശോധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആ അരുവി ലക്ഷ്യമാക്കി എൻ്റെ നടപ്പ് തുടങ്ങി. ഏകദേശം 10 മിനിറ്റ് നടന്നതിന് ശേഷം ഞാൻ ആ അരുവിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അരുവിയിലെ വെള്ളം ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ വെള്ളി പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ യാതൊരു ജീവന്റെയും അടയാളം ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ കേട്ട ആ കേഴമാൻ്റെ ശബ്ദം വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. എന്നാൽ ഒന്നിനെയും എനിക്ക് ആ സ്ഥലത്ത് കാണാൻ കഴിഞ്ഞില്ല. നേരത്തെ നടന്ന 5 ആക്രമണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചോ പറയുകയാണെങ്കിൽ അതിൽ ഒരു കാര്യം പൊതുവായുണ്ട്: എല്ലാ മരണങ്ങളും ഭീകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ മുന്നിലെ കാഴ്ചകളെല്ലാം ശാന്തമാണ്. എൻ്റെ പിന്നിലായി 40 അല്ലെങ്കിൽ 50 കുടിലുകളുള്ള ഒരു വലിയ ഗ്രാമമുണ്ട്. അവിടെയും ശാന്തത മാത്രമാണ്. എൻ്റെ ഇടതുഭാഗത്തായി ഇപ്പോൾ ഒരു അരുവിയും അരുവി കഴിഞ്ഞ് മുന്നിലായി വലിയ കാടുമാണുള്ളത്. ഞാൻ പതിയെ ആ വനം ലക്ഷ്യമാക്കി നടന്നു. എനിക്ക് മുന്നിൽ 100 വാര അകലെയായി ഒരു ചെറിയ മൺകൂന എനിക്ക് കാണുവാൻ സാധിച്ചു. 20 അടി ഉയരവും 30 വാര വീതിയും അതിനുണ്ടായിരുന്നു. ആ ഭാഗത്ത് എവിടെ നിന്നോ ആണ് ആ കേഴമാൻ ശബ്ദമുണ്ടാക്കുന്നത്. ഞാൻ പതിയെ പതിയെ ആ മൺകൂനയുടെ അരികിലേക്ക് നടന്നു. അവിടെ നിന്നും സാവധാനം ഒരു പല്ലി കയറുന്നത് പോലെ ആ മൺകൂനയ്ക്ക് മുകളിലേക്ക് ഞാൻ കയറി. ആ മൺകൂനയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നു. ആ കൂനയ്ക്ക് മുകളിൽ കുറ്റിച്ചെടികളോ മറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കെല്ലാം വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചു. ഞാൻ അവിടെ നിന്നും കണ്ടു, ഞാൻ നിൽക്കുന്ന ആ മൺകൂനയിൽ നിന്നും 30-40 വാര ദൂരെയായി അരുവിയുടെ അരികിലായി ആ കേഴമാൻ നിൽക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏതാനും മാസം പ്രായമുള്ള അതിൻ്റെ കുഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ശൈത്യകാലത്ത് ഒരു കൊച്ചു കേഴമാൻ്റെ കുഞ്ഞിനെ കാണുന്നത് എനിക്ക് തികച്ചും അത്ഭുതമായാണ് തോന്നിയത്. കാരണം എന്തെന്നാൽ സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവ ജനിക്കുന്നത്. എന്തായാലും ഞാൻ സൂക്ഷ്മമായി ആ 2 കേഴമാനുകളെ നോക്കി. അവയുടെ പുറകുവശം ഇപ്പോൾ എനിക്ക് നേരെയാണ് നിൽക്കുന്നത്. അവരുടെ തൊട്ടു മുന്നിലായി 100 വാര അകലെയായി ഒരു കുറ്റിക്കാട് കാണാൻ സാധിക്കും. തികഞ്ഞ ജാഗ്രതയിൽ ആ കുറ്റിക്കാടിലേക്ക് നോക്കി കേഴമാൻ തൻ്റെ ചെവികൾ ഉയർത്തി അങ്ങനെ നിന്നു. അപായ സൂചന എന്ന പോലെ ആയിരിക്കാം അവയുടെ മുൻകാലുകൾ നിലത്ത് തട്ടുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലെ വലിയ കേഴമാൻ ഇടയ്ക്കിടയ്ക്ക് ശബ്ദവും ഉണ്ടാക്കുന്നു, അതായത് മുന്നറിയിപ്പ് ശബ്ദം. എൻ്റെ കാഴ്ച ഞാൻ ആ കുറ്റിക്കാടിലേക്ക് തിരിച്ചു. എന്നാൽ എനിക്കൊന്നും ആ കുറ്റിക്കാടിനുള്ളിൽ കാണുവാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ശ്രദ്ധ അവിടേക്ക് മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടും ആ കുറ്റിക്കാടിനുള്ളിൽ ഒന്നും തന്നെ കാണുവാൻ എനിക്ക് സാധിച്ചില്ല. ഏകദേശം 20 മിനിറ്റോളം ഞാൻ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ ആ മൺകൂനിക്ക് മുകളിലിരുന്നു. അതിമനോഹരമായ നല്ല കാഴ്ചയായിരുന്നു അത്. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സമയവും അവിടേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചേനെ. എന്നാൽ ഇപ്പോൾ ഒരു നരഭോജിയായ കടുവ കാരണം എനിക്ക് ഈ മനോഹരമായ ദൃശ്യം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാൻ കഴിയുന്നില്ല. ആ കേഴമാൻ ഒരുപക്ഷെ പുല്ലുകൾ തിന്നുവാനോ അല്ലെങ്കിൽ അടുത്തുള്ള അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുവാനോ വന്നതായിരിക്കാം ഇവിടേക്ക്. എന്നാൽ ഇപ്പോൾ അവ ആ കുറ്റിക്കാട് നോക്കി ഇടയ്ക്കിടയ്ക്ക് മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരിക്കാം. അവയ്ക്ക് വെള്ളം കുടിക്കുവാൻ അരുവിയിലേക്ക് പോകണമെന്നുണ്ട്. എന്നാൽ അവ അരുവിയിലേക്ക് പോകുന്ന തക്കം പാർത്തിരിക്കുകയായിരിക്കാം ആ കുറ്റിക്കാടിന് മറവിലിരിക്കുന്ന ആ മൃഗം. അവ എപ്പോഴാണോ വെള്ളം കുടിക്കുവാൻ വേണ്ടി
ആ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവയെ പിന്നിൽ നിന്നും ഉറപ്പായും ആ മൃഗം ആക്രമിക്കും. അതിനാൽ ഇപ്പോൾ അവയ്ക്ക് തികഞ്ഞ സംരക്ഷിതമായി തോന്നുന്ന സ്ഥലം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ ആയിരിക്കാം. കാരണം അവയ്ക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അരുവിയും അതുപോലെ ആ കുറ്റിക്കാടും വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. കുറ്റിക്കാടിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മൃഗം എന്താണെന്ന് അറിയുവാൻ എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. അതിൻ്റെ അരികിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ആ ചെറിയ അരുവി മുറിച്ചു കടന്നു വേണം പോകുവാൻ. അതുമാത്രമല്ല, ആ 2 കേഴമാനും എന്നെ കണ്ട് പരിഭ്രാന്തരായി അവിടെ നിന്ന് ഭയന്ന് ഓടിപ്പോകും. അങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ കുറ്റിക്കാടിന് പിന്നിലിരിക്കുന്ന മൃഗത്തിന് എൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. അതും അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ഇടയുണ്ട്. ഇത് ഒഴിവാക്കുവാൻ വേണ്ടി ഞാൻ മൺകൂനയിൽ നിന്നും പതിയെ താഴേക്കിറങ്ങുകയും അരുവിയുടെ തീരം പറ്റി വനത്തിനുള്ളിലേക്ക് പോകുകയും ചെയ്തു. വനത്തിനുള്ളിൽ നിന്നും ഞാൻ ആ കുറ്റിക്കാട് ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ ഞാനും ആ കേഴമാനും തമ്മിലുള്ള ദൂരം വെറും 10 അടിയിൽ താഴെ മാത്രമായപ്പോഴേക്കും കേഴമാൻ്റെ കുഞ്ഞ് എൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അത് വല്ലാതെ ഭയപ്പെടുകയും അത് അലാറം ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. അതോടെ അവ വരണ്ട് അവിടെ നിന്നും ഓടിയകന്നു. പിന്നെ ഞാൻ വളരെ വേഗം തന്നെ ആ കുറ്റിക്കാട് ലക്ഷ്യമാക്കി നടന്നു. ഇനിയും താമസിപ്പിക്കേണ്ടത് ആവശ്യമില്ല. കുറ്റിക്കാടിന് പുറകിൽ മറിഞ്ഞിരിക്കേണ്ട ആവശ്യം ആ മൃഗത്തിനുമില്ല. കാരണം അവൻ ലക്ഷ്യം വെച്ചിരുന്ന ആ കേഴമാൻ അവിടെ നിന്നും ഓടിപ്പോയിരുന്നു. ഞാൻ പതിയെ അരുവി ചേർന്ന് വീണ്ടും ഇഴഞ്ഞു നീങ്ങി. കുറ്റിക്കാടിനിൽ നിന്നും താഴെയായിരുന്നു അരുവി ഉണ്ടായിരുന്നത്. ഞാൻ പതിയെ പതിയെ അരുവിയുടെ കരയിൽ നിന്നും കുറ്റിക്കാട് കടന്ന ഭാഗത്തേക്ക് വീണ്ടും ശബ്ദമുണ്ടാക്കാതെ ഇഴഞ്ഞു കയറി. ഞാൻ കുറ്റിക്കാടിൻ്റെ സമീപത്തെത്തിയതും തലയുയർത്തി കുറ്റിക്കാടിനുള്ളിലേക്ക് നോക്കി. അവിടെ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. എങ്കിലും ചെറിയൊരു അനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ എൻ്റെ കൈവശം കൊണ്ടുവന്ന ടോർച്ച് കുറ്റിക്കാടിൻ്റെ പിന്നിലേക്ക് പ്രകാശിപ്പിച്ചു. അവിടെ കുറ്റിക്കാടിൻ്റെ വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആ വലിയ കൂട്ടത്തിനുള്ളിൽ മറഞ്ഞിരുന്നത് മറ്റൊന്നും ആയിരുന്നില്ല. തിളങ്ങുന്ന മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളികളുള്ള ഒരു പുള്ളിപ്പുലിയായിരുന്നു. അതിമനോഹരമായ ചിത്രമായിരുന്നു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അതിമനോഹരമായ ഒരു ചിത്രം. എനിക്ക് ആ കുറ്റിക്കാടിൽ മറഞ്ഞിരിക്കുന്ന പുള്ളിപ്പുലിയെ കൊല്ലുവാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നേരെ നിറയൊഴിച്ചില്ല. പുള്ളിപ്പുലിയും ഞാനും പരസ്പരം അല്പസമയം നോക്കി നിന്നു. അതിനുശേഷം ആ പുള്ളിപ്പുലി ഒറ്റച്ചാട്ടത്തിന് ആ കുറ്റിക്കാടിൽ നിന്നും അപ്രത്യക്ഷമായി. ഇനിയും ഈ നിബിഡമായ വനത്തിൽ കഴിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പുതിയ കുറ്റിക്കാട് നിന്ന ഭാഗത്തു നിന്നും താഴേക്കിറങ്ങി. ആ ചെറിയ ജലാശയം മുറിച്ചു കടന്നുകൊണ്ട് ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. ഞാനും കുറ്റിക്കാടും തമ്മിലുള്ള ദൂരം ഇപ്പോൾ 100 വാരയിൽ കൂടുതലായി. അങ്ങനെ പതിയെ പതിയെ ഞാൻ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ എനിക്കായി ഒരുക്കിയ കുടിലിൻ്റെ വാതിക്കൽ ഞാൻ എത്തി. ഉറങ്ങിക്കടന്നിരുന്ന ആ പാചകക്കാരനെ വിളിച്ചുണർത്തി. ആദ്യമൊക്കെ അവൻ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. പിന്നീട് അവനോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയായിരിക്കാം അവൻ വാതിൽ തുറന്നു തന്നത്. ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് എനിക്കൊന്ന് പുകവലിക്കുവാൻ വേണ്ടി തോന്നിയത്. ഞാൻ എൻ്റെ കുഴൽ അവിടെയെല്ലാം തപ്പി. അത് കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ ഞാൻ കൊണ്ടുപോയ പോക്കിൽ ആ മൺകൂനയിലോ അല്ലെങ്കിൽ ആ അരുവിയുടെ തീരത്തോ ഇഴഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കത് കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. കാരണം ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ ഒരേ ഒരു പൈപ്പ് മാത്രമായിരുന്നു എൻ്റെ കൂടെ കൊണ്ടുവന്നത്. അത് രാവിലെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ പതിയെ എൻ്റെ കിടക്കയുടെ അരികിലേക്ക് പോയി ഉറങ്ങുവാൻ വേണ്ടി. നേരം പുലർന്നപ്പോൾ അതിരാവിലെ തന്നെ ഞാൻ ഗ്രാമത്തിൽ നിന്നും 2 പേരെ കൂട്ടി എൻ്റെ പൈപ്പ് തിരയുവാൻ വേണ്ടി ഞാൻ അവിടേക്ക് പോയി. ഞാൻ ആദ്യം പോയത് ആ മൺകൂനിയുടെ അരികിലേക്കാണ്. ഞാനൊരു പല്ലിയെ പോലെ ഇഴഞ്ഞു കയറിയ ആ മൺകൂനിയുടെ അരികിലേക്ക്. എൻ്റെ കൂടെ അവിടേക്ക് വന്ന 2 ഗ്രാമീണർക്കും കാര്യം എന്താണെന്ന് അറിയില്ല. അവർ ഞാൻ എന്താണ് കാട്ടുന്നതെന്ന് അവർ ചിന്തിച്ചു. ഞാൻ പതിയെ മൺകൂനിയുടെ മുകളിലേക്ക് കയറുകയും അവിടെ കയറിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു. കാരണം എൻ്റെ കാണാതെ പോയ പൈപ്പ് ഇവിടെ നിന്ന് എനിക്ക് കണ്ടെത്തി. ഞാൻ രാത്രിയിൽ കുടിലായിരുന്നപ്പോൾ എൻ്റെ പൈപ്പ് ഇവിടെ എങ്ങനെ വന്നെന്ന് അവർ ചിന്തിച്ചു. അവർ അത്ഭുതപ്പെട്ടു. ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് സംഭവം എന്താണെന്ന് അവരോട് പറഞ്ഞു. ഞാൻ തലേന്ന് രാത്രിയിൽ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നു എന്നും അങ്ങനെയാണ് എൻ്റെ പൈപ്പ് ഇവിടെ കാണാതെ പോയതെന്നും ഞാൻ അവരോട് പറഞ്ഞു. അവർക്ക് തികഞ്ഞ ആശ്ചര്യമായിരുന്നു. അവർ വീണ്ടും വീണ്ടും എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു, താങ്കൾ തലേന്ന് രാത്രിയിൽ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നോ എന്ന്. ഞാനൊരു ചിരി മാത്രമാണ് മറുപടിയായി നൽകിയത്. അപ്പോൾ അവിടുത്തെ ഗ്രാമീണർ എന്നോട് പറഞ്ഞു, ഞാൻ താങ്കളെ ഒരു കാര്യം കാണിച്ചു തരാം. 5 ദിവസം മുന്നേ വയലിൽ വീണ ആ കടുവയുടെ കാലടയാളങ്ങൾ. അങ്ങനെ അത് കാണുവാൻ വേണ്ടി അവർ എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ വീണ്ടും പിന്നിലേക്ക് ഒരുപാട് നടന്നു. ആ വയലിൽ എത്തിച്ചേർന്നു. ആ കടുവയുടെ 5 ദിവസം പഴക്കമുള്ള കാലടയാളങ്ങൾ എന്നെ അവർ കാണിച്ചു തന്നു. അതിനുശേഷം അവിടെ നിന്നും അവർ എന്നെ കൊണ്ടുപോയത് ആ സ്ത്രീയെ കൊന്നിട്ട സ്ഥലത്തേക്കായിരുന്നു. ഞാൻ ആ വയലിൽ കണ്ട കാലടയാളം സാമാന്യം വലിപ്പമുള്ള ഒരു പെൺകടുവയുടെ കാലടയാളമായിരുന്നു. അതിന് പ്രായവും ഉണ്ടായിരുന്നു, നല്ല വലിപ്പവും ഉണ്ടായിരിക്കാം.
അങ്ങനെ പതിയെ ഞങ്ങൾ വീണ്ടും ആ സ്ത്രീയെ കൊന്നിട്ട സ്ഥലത്തേക്ക് നടന്നു. ആളുകൾ എനിക്ക് കാണിച്ചു തന്നു, ഈ കുറ്റിക്കാട്ടിലാണ് ആ കടുവ പതുങ്ങിയിരുന്നത്, ഇതുവഴിയാണ് കടന്നു വന്നത്, ഇതുവഴിയാണ് ആ സ്ത്രീയെ തൂക്കിയെടുത്തുകൊണ്ട് ആ കടുവ പോയത്. അവിടെ ഇവിടെയായി പൊടി നിറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആ കടുവയുടെ കാലടയാളം കാണാൻ സാധിച്ചു. ഞങ്ങൾ പതിയെ ആ കടുവയുടെ കാല അളവെടുത്തു. അതിനുശേഷം തിരികെ ഗ്രാമത്തിലേക്ക് പോയി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കുവാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയ ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ച് എൻ്റെ കൂടെ അവിടേക്ക് വന്ന ആ നാട്ടുകാരെയും കൂട്ടി കടുവയെ തിരയാൻ വേണ്ടി വീണ്ടും ഇറങ്ങി. ഇന്നെൻ്റെ പദ്ധതി ഇതാണ്: കടുവ വരാനും പോകാനും ഇടയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്നും പോകണം. അങ്ങനെ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. അതിന് പ്രകാരം അവരെയും വിളിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. സമയം അപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്തത് അരുവിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. കാരണം ആ ഭാഗത്ത് ധാരാളം കുറ്റിക്കാടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ധാരാളം മയിലുകളെയും കാട്ടുകോഴികളെയും കാണാൻ കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ കാട്ടുകോഴിയും മയിലുമെല്ലാം മരങ്ങൾക്ക് മുകളിലായിരിക്കാം വിശ്രമിക്കുന്നത്. രാവിലെ വെയിൽ കായാൻ വേണ്ടി അവർ താഴെ ഇറങ്ങിയതായിരിക്കാം. ഏകദേശം 1 മൈൽ നടന്നതിന് ശേഷം ആ 2 പേരും എനിക്ക് ഒരു വെള്ളം നിറഞ്ഞ കുളം കാണിച്ചു തന്നു. അവിടെ വെച്ചാണ് പെൺകുട്ടികൾ മീനെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവർ ആ ശബ്ദം കേട്ടത്, ബിഹാരിയെ കടുവ പിടിക്കുന്നത്. ആ പെൺകുട്ടികൾ അവിടേക്ക് കൊണ്ടുവന്ന ആ മീൻപിടുത്ത കുട്ട ഇപ്പോഴും ആഴം കുറഞ്ഞ ആ വെള്ളക്കുഴിയിൽ കിടപ്പുമുണ്ട്. ആ വലിയ അപകടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി അവശേഷിച്ചു. കാരണം അതിനുശേഷം ആർക്കും ഇവിടേക്ക് വന്ന് ആ കുട്ടകൾ എടുത്തുകൊണ്ടു പോകുവാൻ ധൈര്യമുണ്ടായില്ല. ഞാൻ ചുറ്റും നോക്കി. ആ വെള്ളക്കുഴിയുടെ അരികിലായി ഒരു കിൻഫിഷർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ രൂപം വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. കണ്ണാടിയിൽ അതിൻ്റെ നിഴൽ കാണുന്നത് പോലെ തോന്നി. ഇടയ്ക്കിടയ്ക്ക് ആ കിൻഫിഷർ വായിലൂടെ ഊളിയിട്ട് ആ വെള്ളത്തിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഉപരിതലത്തിനുള്ളിലേക്ക് തൻ്റെ കൂർത്ത ചുണ്ടുകൾ ഇറക്കി മീനെ പിടിക്കുന്നതും കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ച കണ്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ ഇത്രയും ഭീകരമായ ഒരു സംഭവം നടന്നുവെന്ന് സങ്കല്പിക്കുവാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഏകദേശം 1.5 മൈൽ കൂടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അരുവി വലത്തോട്ട് തിരിഞ്ഞു. വീണ്ടും മുന്നോട്ട് 4 മൈൽ ദൂരത്തോളം അരുവി അങ്ങനെ സമാന്തരമായി പോകുന്നു. അതിനുശേഷം അത് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. കൂടെ വന്ന ഒരാൾ പറഞ്ഞു, ഫോറസ്റ്റ് ബംഗ്ലാവിൽ നിന്നും വെറും 1/2 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാനെന്ന്. വടക്ക് ദിശയിൽ ഈ അരുവിയുടെ ഭാഗത്തായി ഒരു ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയുണ്ട്. ധാരാളം പാറക്കല്ലുകൾ നിറഞ്ഞ ഭൂമിയായിരുന്നു അത്. അതിനടുത്തായി തന്നെ ഒരു കുന്നുമുണ്ട്, അതിൽ ധാരാളം പാറകളും. ഇടതൂർന്ന കാടാണ് അതിനടുത്ത്. നരവേട്ടക്കാരനായ ആ നരഭോജിയായ കടുവയ്ക്ക് ഇവിടെയും പതുങ്ങിയിരിക്കുവാൻ ധാരാളം സാധ്യതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. 1 മൈൽ കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ അരുവി ഒന്ന് വളഞ്ഞ് പുളഞ്ഞു പോകുന്നതായി കണ്ടു. ആ വളഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അരുവിക്ക് നല്ല വീതി കൂടിയതുപോലെ തോന്നി. ഒരു വശം നല്ലപോലെ ഉയർന്നും ഒരു വശം താഴ്ന്നും കാണപ്പെട്ടു. അതുപോലെ അതിൻ്റെ സമീപത്ത് ധാരാളം വെള്ളക്കുഴികളും കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചപ്പോൾ ധാരാളം വന്യമൃഗങ്ങളുടെ ട്രാക്കുകൾ കണ്ടു. അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ: ഇവിടേക്ക് സ്ഥിരമായി ധാരാളം വന്യമൃഗങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം സസൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ പതിയെ മൃഗങ്ങളുടെ ട്രാക്ക് കണ്ട ഭാഗത്തേക്ക് ഇറങ്ങി. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ തിരയുന്ന കടുവയുടെ കാലടയാളങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്നും കാണാൻ സാധിച്ചു. ആ ട്രാക്കുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് തലേന്ന് രാത്രിയിൽ പതിഞ്ഞ കാലടയാളമാണെന്നാണ്. അതുപോലെ തന്നെ അവിടെയും ഇവിടെയുമായി കടുവയുടെ നിരവധി കാലടയാളങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. നിരവധി ദിവസങ്ങൾ പഴക്കമുള്ള കാലടയാളങ്ങൾ. പിന്നെയും കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഒരു വലിയ ആൺ പുള്ളിപ്പുലിയുടെ കാൽപ്പാടും കണ്ടു. അതായത് നമ്മൾ തലേന്ന് രാത്രിയിൽ ഇരുന്നപ്പോൾ ആ കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരുന്ന പുള്ളിപ്പുലിയിലെ ഒരുപക്ഷെ അവൻ്റെ കാലടയാളമായിരിക്കാം അത്. ഞങ്ങൾ ഈ കടുവയെ അന്വേഷിച്ച് എവിടെയെല്ലാം പോയി. അവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. എന്നാൽ ഞങ്ങൾ തിരയുന്ന ഈ ഭീകര സ്വത്വം ഇവിടെയായിരുന്നു ചുറ്റിക്കറങ്ങി നടന്നിരുന്നത്. ഞാൻ ആ പ്രദേശം ചുറ്റും ഒന്ന് നോക്കി. എനിക്കിരിക്കുവാൻ പറ്റിയ എന്തെങ്കിലും മരമുണ്ടോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു നോക്കിയത്. അപ്പോൾ അവിടെ ഒരു ചെറിയ തുരുത്ത് കാണാൻ സാധിച്ചു. വളരെ ചെറിയൊരു തുരുത്താണ്. 3 മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരങ്ങൾക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വശവും കാണാൻ സാധിക്കും. 2 വശത്തു കൂടി വരുന്ന മൃഗങ്ങളെയും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ മരം തിരഞ്ഞെടുത്തു. ഞങ്ങൾ പതിയെ ആ മരത്തിൻ്റെ അരികിലേക്ക് പോയി. ഞാൻ എൻ്റെ കൂടെ വന്ന ആളുകളോട് പറഞ്ഞു, ഈ മരത്തിൽ ഒരു മച്ചാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊള്ളാം. ഇവിടെ ഇരുന്ന് ഇതുവഴി കടുവ പോകുന്നത് നിരീക്ഷിക്കാം. ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു. ഏതാനും 3 മൈലുകൾ കൂടി ഞങ്ങൾ സഞ്ചരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരികെ ഞങ്ങളുടെ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ അതുവഴിയാണ് കടന്നു വന്നത്. ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ചൗക്കിദാറിനെയും അതുപോലെ പോലീസ് കോൺസ്റ്റബിളിനെയും കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു.
അയാൾ പോകുമ്പോഴെല്ലാം എന്നോട് പറഞ്ഞു, അതായത് ആ പോലീസ് കോൺസ്റ്റബിൾ, നിങ്ങളുടെ കാറ് ഞാൻ ഭദ്രമായി നോക്കിക്കൊള്ളാമെന്ന്. ഞാനിന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഞാനും ഗ്രാമത്തിൽ വന്ന ആ രണ്ടുപേരും ഉൾപ്പെടെ ഞങ്ങൾ വീണ്ടും മൃഗങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ചു. കാളവണ്ടി പാതയും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. വീണ്ടും ഞങ്ങൾ കാളവണ്ടി പാതകളിലൂടെ കയറി വീണ്ടും മുന്നിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ പഴയ ആ തകർന്നു കിടക്കുന്ന മരപ്പാലത്തിൻ്റെ അരികിലെത്തി. പിന്നെ അവിടെ നിന്നും വീണ്ടും പീപ്പാൽ ചോപ്പ എന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വളരെ വേഗം സഞ്ചരിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നേരത്തെ ചെന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കണം, 2 മണിക്കൂറോളം ഒന്ന് കടന്നുറങ്ങണം. അതിനുശേഷം രാത്രി ഭക്ഷണം പൊതിഞ്ഞെടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിയാകുന്നതോടെ നമ്മൾ മുന്നേ പറഞ്ഞ ആ മരമില്ല, തുരുത്തി നിൽക്കുന്ന മരം, അതിൻ്റെ അരികിലേക്ക് വരണം. അവിടെയാണ് ഞങ്ങൾ മച്ചാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയും സമയം ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങി എണ്ണീറ്റപ്പോഴേക്കും ഗ്രാമത്തിലെ ആളുകൾ എന്നെ കാണുവാൻ വേണ്ടി അവിടേക്ക് എത്തി. അവരുടെ കൈവശം മഴുവും കോടാലിയും ലാത്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുടിൽ നിന്നും ഒരു ഫ്ലാസ്ക് ചായയും അതുപോലെ കോട്ടും പുതപ്പും കയറുകളും എല്ലാം അവരുടെ കൈവശം കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടേക്ക് പോയത്. ചുരുക്കം പറഞ്ഞാൽ 2 പേര് പോകേണ്ട കാര്യത്തിന് വേണ്ടിയാണ് 6 പേരെ കൊണ്ടുപോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ എത്തി മച്ചാൻ കെട്ടണം. അതിനുശേഷം മച്ചാനിൽ ഞാൻ കയറിയിരിക്കണം. എൻ്റെ കൈവശം മാത്രമേ റൈഫിലുകളുള്ളൂ. തിരികെ വരുന്നതിനാണ് പ്രോബ്ലം. എന്നെ മച്ചാനിൽ എത്തിയ ശേഷം അവർ 2 പേരും ഒറ്റയ്ക്ക് മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വരുമ്പോൾ അവരുടെ കൈവശം റൈഫിലുകളില്ല. ഒരു പക്ഷേ ആ ക്രൂരനായ കടുവ അവരെ ആക്രമിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 6 പേരെ കൂട്ടി അവിടേക്ക് പോയത്. 3 മണിയൊക്കെ ആയതോടെ ഞങ്ങൾ പറഞ്ഞ ആ തുരുത്തിന് സമീപത്തുള്ള 3 മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെത്തി. മച്ചാൻ കെട്ടുവാനുള്ള 2 പേരെ അവിടെ നിർത്തി അവരെ മരത്തിന് മുകളിലേക്ക് കയറ്റി വിട്ടു. കുറച്ചുകൂടി ഞങ്ങൾ മാറി നിന്നു. അവരെന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ച് അല്പം മാറി അങ്ങ് ദൂരെ നിന്നു. അങ്ങനെ അവർ 5 മിനിറ്റ് കൊണ്ട് ആ മച്ചാനെല്ലാം കെട്ടി ഒരുക്കുന്ന സമയത്താണ് അങ്ങ് അകലെ നിന്നും ലങ്കൂർ കുരങ്ങുകളുടെ ശബ്ദം കേട്ടത്. ലങ്കൂർ കുരങ്ങിന്റെ അപായ സൂചന മുഴങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. മച്ചാൻ കെട്ടിക്കൊണ്ടിരുന്ന ആ 2 പേരും മരത്തിന്റെ കൂടുതൽ ഉയരത്തിലേക്ക് കയറി ബാക്കിയുള്ളവർക്ക് അപായ സൂചന കൊടുത്തു. പരിഭ്രാന്തരായി ബാക്കിയുള്ള 4 പേരും അരുവിയുടെ മറുകരയിലേക്ക് ഓടി. അല്പസമയം അവിടെ കാത്തു നിന്നു. എനിക്ക് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുകയില്ല. കാരണം എവിടെയെങ്കിലും കടുവയുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റും. അല്പസമയത്തിന് ശേഷം അവർക്ക് തന്നെ കാര്യം മനസ്സിലായി. ലങ്കൂർ കുരങ്ങ് സാധാരണയായി കരഞ്ഞതാണ്, അതൊരു അപായ സൂചന ആയിരുന്നില്ല. ഇങ്ങനെ സാധാരണയായി അപായ സൂചന വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കരയുന്നതെന്ന് നിങ്ങൾ കരുതരുത്. ലങ്കൂർ കുരങ്ങുകൾ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടുമ്പോൾ അവയൊന്ന് പേടിച്ചു പോയി കഴിഞ്ഞാൽ അവർ ഹു 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 എന്ന ഒരു ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇത് സാധാരണയായി ഉണ്ടാക്കുന്നതാണ്. അത് കേട്ടുകൊണ്ടാണ് ഈ ഗ്രാമീണർ ഭയന്നത്. ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു, അവരും ചിരിച്ചു. എന്നിട്ട് അവർ പരസ്പരം കുറ്റപ്പെടുത്തി. ഒരാൾ ഓടിയത് കണ്ടുകൊണ്ടാണ് മറ്റേയാൾ ഓടിയത് എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി. അങ്ങനെ അങ്ങനെ പതിയെ പതിയെ അവരുടെ മുഖത്തെ പേടി മങ്ങി തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കൊണ്ട്, അതായത് സമയം 4 മണി ആയപ്പോഴേക്കും മച്ചാൻ്റെ പണിയെല്ലാം പൂർത്തിയായി. അവർ മച്ചാലിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു പൊക്കോളൂ എന്ന്. അപ്പോൾ വീണ്ടും കടുവയുടെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വന്നു കാണണം. അവരുടെ മുഖത്ത് ഭയം നിഴലിച്ചു കണ്ടു. ഞാൻ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനും നിങ്ങൾക്കൊപ്പം കാടിൻ്റെ പുറത്ത് വരെ വരാം, നിങ്ങളെ കൊണ്ടാക്കിയിട്ട് ഞാൻ മടങ്ങി വന്നേക്കാമെന്ന്. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് ഗ്രാമം കാണുന്ന സ്ഥലം വരെ പോയി. അപ്പോഴേക്കും സമയം 5 മണിയായി കഴിഞ്ഞിരുന്നു. സൂര്യൻ ഓറഞ്ച് നിറം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. മേയുവാൻ പോയ കന്നുകാലികളും എരുമകളും പോത്തുകളും എല്ലാം തിരികെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവയുടെ കഴുത്തിൽ കെട്ടിയ മണിയുടെ ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അടുത്തുള്ള വയലിൽ പോലും ഒറ്റയൊരു ജോലിക്കാരെയും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അവരെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരികെ എൻ്റെ റൈഫിലും ടോർച്ചും പിടിച്ചുകൊണ്ട് മാറ്റാൻ കെട്ടിയ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. അവിടേക്ക് നടക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു ഏകദേശം 1 മണിക്കൂറോളം വേണം മച്ചാൻ കെട്ടിയ ഭാഗത്തേക്ക് എത്തുവാൻ വേണ്ടിയെന്ന്. എന്നാൽ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കാട്ടിലേക്ക് ഇരുട്ട് കടന്നു വരും. ഡിസംബർ 24 ആയിരുന്നു അത്. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തോക്കിൻ്റെ തുമ്പ് പോലും കാണുവാൻ എനിക്ക് സാധിക്കില്ല. ഞാനെന്തൊരു വിഡ്ഢിയാണെന്ന് ഞാൻ ആലോചിച്ചു. ഇന്നത്തെ രാത്രിയിൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ പറ്റിയ അവസ്ഥയെന്നും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ ആ അരുവിയുടെ തീരത്തുകൂടി മുന്നോട്ട് നടന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ മാനസിക സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ നെറ്റിയിലെ നരമ്പുകൾ വലിഞ്ഞു മുറുകുവാനും തുടങ്ങി. എൻ്റെ വലത് സൈഡിലായി ഇപ്പോൾ അരുവിയും എൻ്റെ ഇടത് സൈഡിലായി നിബിഡമായ കുറ്റിക്കാടുകളും വനവുമാണുള്ളത്. വനത്തിൽ നിന്നും വലിയ അകലമില്ലാതെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നിഴൽ വീണ് കഴിഞ്ഞാൽ, വനത്തിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ റൈഫിലെടുത്ത് പ്രയോഗിക്കുവാൻ പോലുമുള്ള സമയം എനിക്ക് കിട്ടില്ല. ഇതുവഴി നടക്കുന്നത് ഒരു വിഡ്ഢിത്തരമാണെന്ന് എനിക്ക് തോന്നി. അരുവിയുടെ താഴേക്കിറങ്ങി അതിൻ്റെ കരയിലൂടെ നടക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ 20-30 വാര അകലെയാകും കാടും ഞാനും തമ്മിലുള്ള അകലം. ഏതു വശത്തു നിന്നും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായാലും എനിക്ക് പ്രതിരോധിക്കുവാൻ കഴിയും.
എനിക്ക് റൈഫിലെടുത്ത് നിറയൊഴിക്കുവാൻ കഴിയും. ഞാൻ അരുവിയുടെ തീരത്തു നിന്നും മാറി അരുവിയുടെ നടുക്കുകൂടി നടക്കുവാൻ തുടങ്ങി. വലിയ ആഴമൊന്നും ഇല്ലാത്ത അരുവിയായിരുന്നുവല്ലോ അത്. എന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എൻ്റെ മാനസിക സമ്മർദ്ദം വലുതായി കുറഞ്ഞു. എൻ്റെ നെറ്റിയിലെ വലിഞ്ഞു നിന്ന അരമ്പുകൾ പതിയെ താഴുവാൻ തുടങ്ങി. ഞാനിപ്പോൾ സുരക്ഷിതനാണെന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി. പലയിടത്തും അരുവിയുടെ ആഴം എൻ്റെ മുട്ടിൻ്റെ അത്രയും വന്നു. എങ്കിലും എന്തുകൊണ്ടും ആ വനപാതയിലൂടെ നടക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് ഇത് എന്ന തോന്നൽ എനിക്കുണ്ടായി. പാറക്കല്ലുകൾ കാലിൽ കൊണ്ടു കയറുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഏകദേശം 1.25 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ വെള്ളം നിറഞ്ഞ ആ അരുവിയിലൂടെ നടന്ന് മച്ചാനിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയത്. എൻ്റെ മുട്ടോളം പാൻറ് നനഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാനും മച്ചാനും തമ്മിലുള്ള ദൂരം വെറും 50 വാര അകലെ മാത്രമാണ്. അധികം വെള്ളമില്ലാത്ത ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാനും മച്ചാനും തമ്മിലുള്ള ദൂരം വെറും 30 വാര അകലെയായപ്പോൾ മച്ചാൻ്റെയും എൻ്റെയും ഇടയ്ക്കായി ഉണ്ടായിരുന്ന കുറ്റിക്കാടിനുള്ളിൽ ഒരു ചെറിയൊരു അനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ഹൃദയമിടിപ്പ് പോലെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതൊരു പക്ഷേ കടുവയായിരിക്കാം. അവൻ കൃത്യമായി എന്നെ കണ്ടിരിക്കാം. എന്നെ കണ്ടുകൊണ്ട് അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയായിരിക്കാം ഒരവസരത്തിന് വേണ്ടി എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഞാൻ അനക്കം കണ്ട ഭാഗത്തേക്ക് എന്നെ ടോർച്ച് പ്രകാശിപ്പിച്ചു. അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് വാളിൻ്റെ അറ്റത്ത് വളയങ്ങളുള്ള ഒരു ചെറിയ മൃഗത്തെയായിരുന്നു. അതിരുന്നിരുന്നത് താഴെ വീണ് കിടന്ന 8 അടി നീളമുള്ള ഒരു മരത്തിൻ്റെ താഴെയായിരുന്നു. അതിൻ്റെ വ്യാസം ഏകദേശം 18 ഇഞ്ച് വരും. മനസ്സിൽ നല്ല സമ്മർദ്ദമുണ്ടെങ്കിൽ നമ്മൾ എന്തിനെയെങ്കിലും കാണുമ്പോൾ മറ്റെന്തെങ്കിലുമായൊക്കെ നമുക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. ഞാനെൻ്റെ ടോർച്ച് അണച്ചു. അവിടേക്ക് എൻ്റെ റൈഫിൽ ചൂണ്ടേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. എൻ്റെ മനസ്സിൽ സന്തോഷം വന്നു. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് താഴെയാണ്. മരത്തിൻ്റെ മുകളിലായിരുന്നുവെങ്കിൽ എനിക്കിപ്പോൾ നിരാശ മാത്രമായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഞാൻ ആ മരപ്പട്ടിയെ കണ്ട ഭാഗത്തു നിന്നും ശബ്ദങ്ങൾ വന്നു. കല്ലുകൾ തെറിക്കുന്ന ശബ്ദമായിരുന്നു അത്. അതെ, അവിടെ നിന്നും മരപ്പട്ടി ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലം തേടി ഓടിപ്പോയിരിക്കുന്നു. ഞാനും മച്ചാനും തമ്മിലുള്ള അകലം 20 വാര അകലം മാത്രമായി ചുരുങ്ങി. ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.